السلام عليكم ورحمة الله وبركاته. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله السميع العليم من الشيطان الرجيم من همزه ونفخه ونفثه. بسم الله الرحمن الرحيم. رب لولا أخرتني إلى أجل قريب فأصدق وأكن من الصالحين. اللهم لولا أنت ما اهتدينا فلا تصدقنا ولا صلينا وأنزلا ساكنة علينا وثبت الأقدام إن لاقينا. ആദരവ് നിറഞ്ഞ രക്ഷിതാക്കളെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സദസ്സിനെയും അലങ്കരിച്ച മാന്യ വ്യക്തിത്വങ്ങൾ, ഈ ശബ്ദം പരിസര പ്രദേശങ്ങളിൽ നിന്ന് ശവിക്കുന്ന എല്ലാ നല്ലവരായ നാട്ടുകാരെ, ദീനി സ്നേഹികൾ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഈ കൂടിയതിനെ, പറയുന്നതിനെ, കേൾക്കുന്നതിനെ അല്ലാഹുവിന് ഇഷ്ടപ്പെടുന്ന നമ്മിൽ നിന്നുള്ള ഒരു സാലിഹായ സൽക്കർമ്മമായി അല്ലാഹു കബൂൽ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഒരു കൂടിച്ചേരൽ നാളെ റബ്ബുൽ ഇസ്സത്തിന്റെ സ്വർഗരാജ്യം പ്രതിഫലമായി ലഭിക്കാൻ കാരണമാകുന്ന ഒരു സൽക്കർമ്മമായി അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഇരിക്കുന്ന ആളുകളോട്, കേൾക്കുന്ന ആളുകളോട് പ്രത്യേകമായി ഓർമ്മപ്പെടുത്താനുള്ളത്, ഇത് അല്ലാഹുവിന്റെ മുഖറബീങ്ങളായ മലക്കുകൾ സന്നിഹിതരാകുന്ന മഹനീയമായ മജ്ലിസാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഇൽമിന്റെ മജ്ലിസിൽ യോജിക്കുന്ന നല്ല നിയ്യത്തും നല്ല ഇഖ്ലാസും പ്രാർത്ഥനാ മനസ്സോടുകൂടിയും ഒക്കെ ആകണേ ഇവിടെ ഇരിക്കേണ്ടത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മളിവിടെ സംസാരിക്കുന്നത് ചാവക്കാട് മേഖല യുവജന സമ്മേളനത്തോടനുബന്ധമായ ഒരു സദസ്സിലാണ്. സത്യത്തിൽ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ വലിയ ഒരു ദഅവാ സമ്മേളനത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു പ്രോഗ്രാം നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. സത്യത്തിൽ ഇത്തരം പ്രോഗ്രാമുകളിലൂടെയൊക്കെ
കേരളത്തിൽ ഇക്കാലയളവ് വരെ മുജാഹിദ് പ്രവർത്തകര് അവര് ഉദ്ദേശിച്ചത്, ലക്ഷ്യം വെച്ചത് പടച്ച റബ്ബിന്റെ തൃപ്തി ഒന്ന് മാത്രമാണ്. എത്തിയിട്ടില്ലാത്തവരിലേക്ക് അള്ളാഹുവിന്റെ ദീനിന്റെ ആദർശങ്ങൾ എത്തിക്കുക എന്നത് മാത്രമാണ്. പേരെടുക്കലല്ല, ആളെക്കൂട്ടലല്ല, പ്രത്യേകമായ ഭൗതികമായ ലക്ഷ്യങ്ങളൊന്നും ഇതിന്റെ പുറകിലില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് സംഘടനയ്ക്ക് അതീതമായി ഉമ്മത്ത് മുസ്ലിമയിലെ ആളുകളൊക്കെ അംഗീകരിക്കുന്ന ഒരു വിഷയം അല്ല, ജാതിക്കതീതമായി, മതത്തിനതീതമായി, രാഷ്ട്രീയത്തിനതീതമായി ലോകത്ത് ജനിച്ച മനുഷ്യരൊക്കെ അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യത്തെ പറ്റിയുള്ള ചർച്ചയുടെ തുടക്കത്തിലേക്കാണ് നമ്മൾ. മരണം വന്നെത്തുന്നതിന് മുമ്പ് വല്ലാത്തൊരു മരണം ഒരു യാഥാർത്ഥ്യമാണ്. ലോകത്ത് ഒരാൾ ഇന്ന് വരെ തിരസ്കരിച്ചിട്ടില്ലാത്തൊരു യാഥാർത്ഥ്യം. പടച്ചോല്ലേ ഉണ്ട്, പടച്ചോ 1, 2, 3 തർക്കമാണ്. അല്ല, കുറെ ഉണ്ടോ, ആരാധ്യന്മാര് കുറെ ഉണ്ടോ ഇല്ലേ, തർക്കാണ്. പരലോകം ഉണ്ടോ ഇല്ലേ, തർക്കാണ്. ഖബറിനകത്ത് ശിക്ഷാ രക്ഷകൾ ഉണ്ടോ ഇല്ലേ, മനുഷ്യർക്കിടയിൽ തർക്കാണ്. ഏകനായ സർവേശ്വരനായ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥന, നേർച്ച, വഴിപാടുകൾ, അർച്ചനകൾ, അർത്ഥനകൾ, ഉപാസനകൾ, ഹവിഷ്യകൾ, വിധാപകൾ ഏത് മതത്തിന്റെ അടിസ്ഥാനത, ഏത് മതത്തിന്റെ അസലത? ഇന്ത്യ രാജ്യത്ത് ഭൂരിപക്ഷം വരുന്ന ഹിന്ദു സഹോദരങ്ങളുടെ മതത്തിന്റെ അടിസ്ഥാനത. ന്യൂനപക്ഷങ്ങളായി ഇവിടെ ജീവിക്കുന്ന ഉമ്മത്ത് മുസ്ലിമയും അതേപോലെ ക്രൈസ്തവ സഹോദരങ്ങളും ഇന്നും കൊച്ചിയിലെ ചില പ്രദേശങ്ങളിൽ ജീവിക്കുന്ന സിനഗോഗുകളോട് ചേർന്ന് ജീവിക്കുന്ന 6-7 കുടുംബങ്ങളായ ജൂത സമുദായവും, ഇങ്ങനെ ഇന്ത്യ രാജ്യത്തിന്റെ വ്യത്യസ്തമായ കോണുകളിൽ ജീവിക്കുന്ന ഉമ്മത്ത് മുസ്ലിമ അല്ല, മനുഷ്യരാശിയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്തിത്വത്തിൽ, വ്യക്തിത്വത്തിൽ അവൻ ഏകനാണെന്നതിൽ അംഗീകരിക്കുന്നവരാ. എന്നാൽ അതിനിടയിൽ ചില തർക്കങ്ങളും. തർക്കം അവിടെ എങ്ങനെയെന്നുള്ളതല്ല, ഏതൊക്കെ രീതിയിലാന്നുള്ളത്, വ്യത്യാസമോ അഭിപ്രായ വ്യത്യാസമൊക്കെ അവിടെയൊക്കെ അഭിപ്രായ വ്യത്യാസം എന്ന് പറയാം. ജ്യേഷ്ഠനും അനുജനിടയിൽ അഭിപ്രായ വ്യത്യാസം, തർക്കം അല്ലേ? മനുഷ്യർ തർക്കിക്കാണ്, ഭാര്യയും ഭർത്താവും തമ്മിൽ തർക്കിക്കുക. ഈ ആധുനിക ലോകത്തെ ഉമ്മത്ത് മുസ്ലിമയുടെ കുടുംബത്തിന്റെ അകത്തളങ്ങളിൽ വരെ ഭാര്യയും ഭർത്താവും തമ്മിൽ തർക്കിക്കുക, രക്ഷിതാക്കളും മക്കളും തമ്മിൽ തർക്കിക്കുക, അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിൽ തർക്കിക്കുക. ലോകത്ത് പലരും പലതിനെ പറ്റി തർക്കിക്കുക. രാഷ്ട്രീയത്തിന്റെ കൊടിയുടെ നിറത്തിന്റെ വിഷയത്തിൽ വരെ തർക്കമാണ്. ചുവപ്പ് വേണോ, കാവി വേണോ, പച്ച വേണോ, തർക്കമാണ്. അതല്ല, ഇനി അതല്ലാത്ത വേറെ ഏതെങ്കിലും ഉണ്ടോ? ഒരു 4-5 കോടി പിന്നെ വന്നു കേരളത്തിൽ, ഒക്കെ തർക്കാണ്, എല്ലാവരും തർക്കാണ്. പക്ഷേ മതത്തിനതീതമായി, രാഷ്ട്രീയത്തിനതീതമായി, എങ്ങനെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ, എന്റെ ബഹുമാന്യനായ അഷ്കർ സലഫി സൂചിപ്പിച്ചതുപോലെ, നിരീശ്വരവാദികൾ നിങ്ങൾ പറയുന്നതൊക്കെ നുണയാണ്, പൊട്ടത്തരാണ്, അങ്ങനെയൊന്നുമില്ല. അതൊക്കെ വെറും അസംബന്ധങ്ങളാണ്. മനുഷ്യരാശിയെ ചൂഷണം ചെയ്യാൻ വേണ്ടി പുരോഹിതന്മാരുണ്ടാക്കിയതാണ് ഈ പരലോകവും, ഈ ഖബർ ജീവിതവും, ഈ മരണാനന്തര ജീവിതവും ഒക്കെ എന്ന് പറയുന്ന നിരീശ്വരവാദികൾ അവരെ നിഷേധിക്കാത്ത, തർക്കിക്കാത്തൊരു യാഥാർത്ഥ്യം, അതാണ് മരണം. ഞാൻ ആലോചിച്ചു, ലോകത്ത് ഇന്ന് വരെ മനുഷ്യരാശി ജനിച്ചിട്ട് ഇന്ന് വരെ തർക്കിക്കാത്തൊരൊറ്റ വിഷയമുള്ളൂ, മരിക്കുന്നുള്ള കാര്യം അല്ലേ? പണ്ട് പഠിക്കണ കാലത്ത്, എവിടെ പഠിക്കണ കാലത്ത്? ദർസിൽ പഠിക്കണ കാലത്ത്. ഈ കോലത്തിലുള്ള ദർസിലും പഠിച്ചവൻ അത് പെപ്പളാ. അങ്ങനെ ഉണ്ടായിരുന്നൊരു വല്ലാത്തൊരു, പക്ഷെ പഠിച്ചവൻ വല്ലാതെ ഒന്നും പഠിപ്പിച്ചില്ല, അല്ലാഹ് കാത്തുവേ. അങ്ങനെ പഠിക്കണ കാലത്ത് ചർച്ചയാണ്. എന്താ ചർച്ച അറിയോ? ദർസിൽ ചർച്ച. എന്താ ചർച്ച? പടച്ച റബ്ബുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചർച്ച, ഓരോ വിഷയത്തിലും ചർച്ച. ആ ചർച്ചയിൽ ഞങ്ങൾക്ക് കിട്ടിയ വിഷയം എന്താ അറിയോ? മരണവും മരണാനന്തരവും. ചർച്ചയിൽ ഒരു ചോദ്യം ഉണ്ടാവും, ക്വസ്റ്റ്യൻ ഉണ്ടാവും, ആൻസർ ഉണ്ടാവും. ഡിബേറ്റ്സ് ആണ്. നാളെ ലോകത്ത് ഹക്കും ബാത്തിലും കൂടി കൂട്ടി മിക്സ് ചെയ്ത് ഇന്ന് ജനങ്ങളെ ഉസ്താദന്മാര് പറ്റിക്കുന്ന പോലെ പറ്റിക്കാൻ പറ്റുള്ളൂ. അന്ന് അങ്ങനെയായിരുന്നു. അങ്ങനെ തർക്കത്തിനിടയിലുള്ള ചോദ്യം എന്താ അറിയോ? മരിക്കാതിരിക്കാനുള്ള മാർഗം എന്താ? വല്ലാത്ത ചോദ്യം. ഞാൻ തല പുണ്ണായിട്ട് ആലോചിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല. അവസാനം ഒരു കുസൃതി, ഭയങ്കര സമന്തിക്കിന്റെ തലേണോ അവൻ പറഞ്ഞു പോയി, മനുഷ്യന്മാരെ, വിഡ്ഢികളെ, മുലിയന്മാരെ, ഒരൊറ്റ ഉത്തരവുള്ളൂ. എന്താ ഉത്തരവ്? ജനിക്കാതിരിക്കണോ. ആ സെക്കൻഡ് വരെ എനിക്ക് ഓടിയില്ല, സത്യമാണ്, എനിക്ക് ഓടിയില്ല. ഒറ്റ ചോദ്യം, മരിക്കാതിരിക്കാനുള്ള മാർഗം എന്താ? ഓൻ പറഞ്ഞു ഉത്തരം എന്താ? ജനിക്കാതിരിക്കണോ. പക്ഷെ നമ്മൾ ജനിച്ചുപോയി. ജീവിതത്തിന്റെ തിരക്കുകളിൽ നമ്മൾ പലപ്പോഴും വിസ്മരിക്കപ്പെടുന്ന യാഥാർത്ഥ്യങ്ങളിൽ ഒന്നാണ് മരണം. യാത്രയിൽ നമ്മൾ മറന്നുപോയി മരണത്തെ.
ഇരുത്തത്തിനിടയിൽ നമ്മൾ മറന്നുപോയി മരണത്തെ, കിടത്തത്തിനിടയിൽ മറന്നുപോയി മരണത്തെ, കല്യാണപ്പുരയിൽ മറന്നുപോയി മരണത്തെ, വിരുന്ന് സൽക്കാരത്തിനിടയിൽ മറന്നുപോയി മരണത്തെ, നാലാള് കൂടുന്നിടത്ത് രസക്കേടുകളും രസങ്ങളും ഉള്ളിടത്ത് അങ്ങാടിയിൽ ക്ലബില് ക്യാരംസിന്റെ മുന്നിൽ ചെസ്സിന്റെ മുന്നിൽ വലിച്ചിറക്കിയ കേബിളിന്റെ മുന്നിൽ നമ്മൾ മറന്നുപോയി മരണത്തെ. മരണത്തെ മറന്നുപോയി. ജീവിതത്തെക്കാളും വലിയൊരു യാഥാർത്ഥ്യമാണ് ശരിക്കും മരണം. ഞാനത് പറഞ്ഞു, ഒരാള് ലോകത്തുനിന്ന് വരെ തർക്കിക്കാത്ത സാധനം. ആരൊക്കെ ജീവിക്കുമെന്ന് അറിയുന്നവരാരുണ്ട് ലോകത്ത്? ആരുമില്ല. എത്ര കാലം ജീവിക്കും വെച്ചാൽ ആർക്കും അറിയില്ല. പക്ഷേ ജീവിക്കുന്നവരൊക്കെ മരിക്കുമെന്നതിൽ സംശയിക്കുന്നവരാരുമില്ല ലോകത്ത്. അതാ ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ ചുരുക്കം. ലോകത്ത് ജനിച്ചിട്ടുണ്ടോ ഓ മരിക്കും. നമ്മള് മരിച്ചിട്ടില്ല എന്ന് പറയാ. ആരെ പറ്റിയാ? ഇന്നും മരിച്ചിട്ടില്ല എന്ന് ആരെ പറ്റിയാ പറയാ? പടച്ച റബ്ബ് അവങ്കലേക്ക് ഉയർത്തി ഈസാ മസീഹ് അലൈഹി വസ്സലാത്തു വസ്സലാം. അല്ലെ, യേശു ക്രിസ്തുവിനെ പറ്റി നമ്മൾ പറയും മരിച്ചിട്ടില്ല. അവരെ വാദത്തിനെതിരാ മരിച്ചു, 3 ദിവസം അടക്കി എന്നിട്ട് എണീറ്റു എന്നാണ്. അപ്പൊ ഓലെ വാദത്തിനെതിരാ. ഇസ്ലാമിന്റെ വാദവും ഈസാ നബി മരിച്ചിട്ടില്ല. മരിക്കൂലേ? മരിക്കും. ഇനി വരാണ്ട് അവസാനം വരും. എന്നിട്ട് മരിച്ചിട്ട് റബ്ബിന്റെ അരികിലേക്ക് തിരിച്ചു പോകും. അപ്പോഴും മരണം ഉറപ്പാണ്. ഇതിന്റെ ഫത്വയില്ല. വിശുദ്ധ ഖുർആൻ സൂറത്ത് ആൽ ഇംറാനിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു ആയത്താ, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാ ആത്മാക്കളും മരണത്തെ ആസ്വദിക്കുന്നതാണ്. ഏതൊരു മനുഷ്യന്റെ ആത്മാവും മരണത്തെ ആസ്വദിക്കുന്നതാണ്. നിങ്ങളൊന്ന് ആലോചിക്കണേ, എത്രയോ പുലിവീരന്മാരായ നാടിനെ കിടിലം കൊള്ളിച്ച രാജാക്കന്മാർ ഈ ലോകത്തുണ്ടായിരുന്നു അല്ലേ? ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിന് ശേഷം ലോകത്ത് ജീവിച്ച എത്ര ആളുകൾ. നമ്രൂദുമാർ, ഫറോവമാർ, കൊട്ടാരങ്ങളിൽ ആണികണക്കെ സിംഹാസനം ഉറപ്പിച്ചു പോയ പുലിവീരന്മാർ ലോകത്തുണ്ട്. നെപ്പോളിയൻ അടക്കം, അലക്സാണ്ടർ അടക്കം, ഇന്ത്യ രാജ്യം അടക്കമുള്ള ലോകത്തെ വ്യത്യസ്തമായ പ്രദേശങ്ങളെ വെട്ടിപ്പിടിച്ചിട്ട് കോളനികളാക്കി മാറ്റിയ ലോകത്ത് എത്രയോ വലിയ വലിയ വീരന്മാർ. അവരൊക്കെ എവിടെയാ? ലോകത്തുണ്ടായിരുന്നു. ഇന്നെവിടെയാ? ലോക ജേതാക്കളായ രണവല്ലഭന്മാരുണ്ടായിരുന്നു. അവരെവിടെയാ? അറിവിന്റെയും അഭ്യാസത്തിന്റെയും അനന്ത സീമകൾ കൈവെള്ളയിൽ ഒതുക്കിയ മഹാപണ്ഡിതന്മാരുണ്ടായിരുന്നു. അവരെവിടെയാ? സയൻസും ടെക്നോളജിയും കൊണ്ട് നാടിനെ അലങ്കരിക്കുകയും അലങ്കോലപ്പെടുത്തുകയും ചെയ്തവരും നാട്ടിലുണ്ടായിരുന്നു. അവരെവിടെയാ? മഹത്വത്തിന്റെയും വിശുദ്ധിയുടെയും പ്രതിരൂപങ്ങളായി വിരാജിച്ച പ്രവാചക ശൃംഖലകൾ ഉണ്ടായിരുന്നു. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഒരു ചെറിയ അടിക്കുറിപ്പ്. പ്രവാചകന്റെ പേര് വെക്കുമ്പോ എന്ത് പറയണോ? സല്ലല്ലാഹു അലൈഹി വസല്ലം. പറഞ്ഞാ കൂലി കിട്ടണ കാര്യം 10 കൂലിയാണ്. ഒരൊറ്റ അർത്ഥത്തിൽ, ഒറ്റ വാക്ക്. من صلى علي صلى الله عليه بها عشرا ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവനെ പറ്റി ഹബീബ് പറയാ, അയാളൊരു പിശുക്കനാണ്. അതുകൊണ്ട് ഹബീബിന്റെ പേര് വെക്കുമ്പോ, പ്രവാചകന്മാരെ വെക്കുമ്പോ അലൈഹി വസ്സലാം, സ്വഹാബത്തിന്റെ പേര് വെക്കുമ്പോൾ റളിയല്ലാഹു അൻഹു, ഇതൊക്കെ അഹ്ലുസുന്ന നമ്മളെ പഠിപ്പിച്ചാണ്. അത് മറക്കരുതെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്താണ് ഈ സദസ്സിനോട്. കാരണം അത് ഇൽമ് മാത്രം പ്രചരിപ്പിക്കുന്ന സദസ്സാണ്. ഈ സദസ്സിൽ സുന്നി മുജാഹിദും ജമാഅത്ത് ഇസ്ലാമി തബ്ലീഗും NDF-ഉം പോപ്പുലർ ഫണ്ടും അങ്ങനെ തുടങ്ങിയുള്ള സംഘടന ഒന്നുമില്ല. മുസ്ലിങ്ങളായി പുറന്നൊരുക്കൊക്കെ വന്നിരിക്കാൻ പറ്റിയ സദസ്സാണ്. കാരണം ചർച്ച എല്ലാവർക്കും ഉള്ള ചർച്ച. മഹത്വത്തിന്റെയും വിശുദ്ധിയുടെയും ആത്മാക്കൾ എന്ന് പറയാവുന്ന പ്രവാചകന്മാർ. അവരൊക്കെ എവിടെയാ? നമ്മൾ പറയും മരിച്ചു. ഒറ്റ ഉത്തരവുള്ള മരിച്ചു. അപ്പൊ എവിടെ? മരിച്ചു. ആര് ചോദിച്ചാലും മരിച്ചു. ജ്ഞാനവും മഹത്വവും പ്രതാപവും ധീരതയും സമ്പത്തും ഒന്നും ആരെയും മരണത്തിൽ നിന്ന് രക്ഷിച്ചില്ല. മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ മാർഗങ്ങൾ ആരാഞ്ഞവര് ലോകത്തുണ്ടായിരുന്നു. മരിക്കാതിരിക്കാൻ വേണ്ടി ഒരുപാട് സാഹസങ്ങൾ ചെയ്ത ആൾക്കാരെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. അക്കൂട്ടത്തിൽ അനേകം ഉണ്ടായിരുന്നു. അവരും അവസാനം എന്ത് ചെയ്തു? കാൽ കീഴിലെ മണ്ണിലേക്ക് വിലയം പ്രാപിച്ചു പോയി.
ലോകത്ത് എത്രയോ ആളുകൾ മരണപ്പെട്ടു പോയി. നിങ്ങളൊന്ന് ആലോചിക്കണേ, എത്ര ആളുകളാ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു പോയൊരു വാക്കാണ് പ്രധാനമായി നമ്മൾ പഠിച്ചു പോകേണ്ടത്. നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത്ത്, നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത്ത് വമാ നഹ്നു ബിമസ്ബൂഖീൻ. നാം നിങ്ങൾക്ക് മരണം വിധിച്ചിരിക്കുന്നു, നമ്മെ മറികടക്കാൻ ആർക്കും സാധ്യമല്ല. അല്ലാഹു വീണ്ടും പറയാ, വലൻ يؤخر الله نفس إذا جاء أجلها. അവധിയെത്തിയാൽ പിന്നെ ആരെയും അല്ലാഹു പിന്തിപ്പിക്കുകയില്ല. പ്രവാചക ശൃംഖലയിലെ ഉത്കൃഷ്ടനായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അല്ലാഹു പറയാ, ഇന്നക മയ്യിതുൻ വ ഇന്നഹും മയ്യിതുൻ. നിശ്ചയമായി നബിയെ, ലോകത്തിന്റെ നേതാവേ, അഷ്റഫുൽ ഖൽഖായിട്ടുള്ളവരെ, സയ്യിദുൽ മുർസലീൻ ആയിട്ടുള്ളവരെ, റഹ്മത്തുൽ ലിൽ ആലമീൻ ആയിട്ടുള്ളവരെ, താങ്കളും മരിക്കുന്നവരാകുന്നു, അവരും മരിക്കുന്നവർ തന്നെയാകുന്നു. സൂറത്ത് സുമറിലൂടെ റബ്ബ് പറയാ, ലോകത്ത് ജനിച്ചവരൊക്കെ മരിക്കുന്നുള്ളതാണ്. മരണം ഓരോ മനുഷ്യന്റെ നേരെയും കടന്നുകൊണ്ടുവന്നിട്ട് നമുക്കൊക്കെ കുറിക്കപ്പെട്ടൊരവധി ഉണ്ട്. എപ്പോഴാത് അറിയില്ല. ഒരു പക്ഷേ ആനന്ദത്തിന്റെ ലോകത്താകാം, അല്ലെങ്കിൽ ആഹ്ലാദത്തിന്റെ മുഹൂർത്തങ്ങളിൽ മരണം വാരിയെടുത്ത് കൊണ്ടുപോകുന്നത് പലപ്പോഴും നമ്മൾ അറിയലുണ്ടാവില്ല. കല്യാണപ്പോരയിൽ എവിടെയൊക്കെയാണെന്നറിയോ, സമ്പത്തും സമൃദ്ധിയും അവകാശികൾക്ക് വിട്ടുകൊടുത്ത് 3 കഷ്ടം തുണിയുമായി 6 അടി മണ്ണിലേക്ക് അഭയം തേടുന്നത് നമ്മൾ കാണും. എത്ര ആളുകളാണ്. എല്ലാം എന്റേതാന്ന് വിചാരിച്ച ആൾക്കാരൊക്കെ അവസാനം ഒന്നും എന്റേതല്ല എന്ന് പറഞ്ഞ പോലെ. ഞാൻ സാധാരണ പറയലുണ്ട്, മനുഷ്യന്റെ ഒരു വല്ലാത്ത നിസ്സഹായത, മനുഷ്യന്റെ ഒരു നിസ്സഹായത. പണ്ടൊരു ഉമ്മാമാന്റെ കഥ പറയലുണ്ട്. എന്താ ഉമ്മാമാന്റെ കഥ അറിയൂ? ചില ഉമ്മാരൊക്കെ ഇപ്പോഴും ഉണ്ട് അങ്ങനെ, വല്യമാരൊക്കെ ജനിക്കണ കുട്ടികളെ കാണാൻ, നമ്മൾ 2 കൈ ഇങ്ങനെ മുറുകെ പിടിച്ചിട്ട് ഒരു കുട്ടി ലോകത്തേക്ക് വരും, 2 കൈയും മുറുകെ പിടിച്ചിട്ട്. അപ്പൊ ഒരു വല്യമ്മ പറഞ്ഞു, നോക്കട്ടെ ഉമ്മമാന്റെ കുട്ടിന്റെ കയ്യിൽ എന്തൊക്കെയുള്ളത്. തുറന്നു നോക്കി, ഒന്നുമില്ല അല്ലേ? ലോകത്ത് നമ്മൾ വരുമ്പോ ഒന്നും കൊടുത്തിട്ടില്ല. ഇതിന്റെ ബാക്കി ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് പറയാം. ഒക്കെ നിങ്ങൾ 6 അടി മണ്ണിലേക്ക് കാലത്ത് രാവിലെ ജോലിക്ക് പോയ വ്യക്തിയുടെ മൃതദേഹം ഉച്ചയ്ക്ക് വീട്ടിലെത്തുന്നു. മരിച്ചവരെ കാണാൻ പോയവരോ മരിച്ചു പിരിയുന്നു. ഒരു നെഞ്ചുവേദന കഴിഞ്ഞു, അയാളങ്ങ് മരണപ്പെട്ടു പോയി. വരന്റെ കൂടെ വധൂഗ്രഹത്തിലേക്ക് പുറപ്പെട്ടവർ വധൂഗ്രഹത്തിലെത്തുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോയ വാർത്തകൾ എത്രയാ. എത്തിയത് എവിടേക്കാ? മരണത്തിലേക്ക്. പുതിയാപ്പളി മുതിർന്നുകൾ ഇങ്ങനെ പുറപ്പെട്ടു പോവുകയാണ്. അപ്പോഴാണ് ഒരു ആക്സിഡന്റ്, 2 ആളും തൽക്ഷണം. എത്ര കേസുകളാണ് നമ്മൾ കാണുന്നത്? മണ്ണിടിച്ചിലുകൾ, ഉരുൾപൊട്ടലുകൾ, അങ്ങനെ സുനാമികൾ വരെയായി എത്ര സംഭവങ്ങളാണ്. ഒരു ചെറിയ കാറ്റിന്റെ സ്പീഡ് എത്ര അറിയോ? 300 ചില്ലാനും കിലോമീറ്റർ. മനുഷ്യന്റെ പൊടി പോലും കാണാനില്ല. മരണം അവിടെ സംഭവിക്കാം ഏത് നിമിഷവും, എപ്പോഴും, എങ്ങനെ, അല്ലേ? അവിടെ ഒന്നും രാഷ്ട്രീയല്ല, ജാതിയില്ല, മതല്ല, ഫാക്ടറി ഉപകരണങ്ങളില്ല, ഭക്ഷണങ്ങളില്ല, എല്ലാറ്റിലും മരണം. കഴിക്കുന്ന ഭക്ഷണം മണ്ണാക്ക് കുടുങ്ങി തരിപ്പ് കയറിയിട്ട് അങ്ങനെ പുറത്തേക്ക് വന്ന് പിന്നെ രക്തം വന്ന് പറ്റ ഇല്ലാതായി അങ്ങ് നേർത്ത് പോയി മരണപ്പെട്ടു പോയാണ്. എത്രയോന്നറിയോ? എന്റെ കണ്ണിന്റെ മുമ്പ് കണ്ട കാഴ്ച. ഞാനൊരു ആശുപത്രിയിൽ ജീവനക്കാരനായതുകൊണ്ട് സാധാരണ അത്ര ഒരുപാട് കാഴ്ചകളാണ്. പുള്ളിയിട്ട് അങ്ങനെ പുള്ളി വരിക. എന്നിട്ട് ഡോക്ടർ എന്നെ വിളിച്ചു, നിങ്ങളൊന്നും അവിടെ നിൽക്കണമെന്ന് പറഞ്ഞു. കാരണം അദ്ദേഹം വിളിക്കണ പദം വല്ലാത്ത പദാണ്. ആ പുള്ളി വേദനിച്ച മനുഷ്യൻ, സാധാരണക്കാരനായ ഒരു കുക്ക് പണ്ടാരി, അയാള് വിളിക്കണ വിളി എന്താ? അല്ലാ 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 അല്ലാ. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഒരു സാധാരണ മനുഷ്യൻ വിളിക്കണ വിളി ഒക്കെ എന്റെ അടുത്ത് നിൽക്കാൻ തോന്നിപ്പോയി. കാരണം എന്താ പറയുക, മൊയ്തീൻ ശൈഖേ മമ്പ്രതങ്ങളിൽ നല്ല വിളിക്കണം, അല്ലാന്നല്ലേ? അല്ലാ എന്റെ അടുത്ത് നിൽക്കണോന്ന് പറഞ്ഞാൽ അറിയോ? ഒരു ക്രൈസ്തവനായ ഡോക്ടർ എന്റെ ആശുപത്രിയിൽ. ഇത് നല്ല ദീനിനെ പറ്റി പഠിച്ചതാണ്. ആലോചിച്ചോക്കി ആ മനുഷ്യന്റെ മരണവും എത്ര ഇഹത്തിലെ മനുഷ്യന്റെ ജീവിതത്തിന്റെ പരിസമാപ്തി ഏതൊക്കെ കോലത്തിലാ വരുന്ന ഒരാൾക്കും അറിയില്ല. എത്ര അനിശ്ചിതത്വം നിസ്സഹായവുമാണ് മനുഷ്യന്റെ ജീവിതങ്ങൾ അരിച്ചത്. എത്ര നിസ്സാര, ഏത് നിമിഷവും എവിടെ വെച്ചു എപ്പോഴും അവസാനിക്കുന്നതാണ് മനുഷ്യന്റെ ജീവിതം. അജ്ഞാതമായോ ആ ഒരു അവസരത്തൊരു നിമിഷാർദ്ധം പോലും മുന്തിക്കാനോ പിന്തിക്കാനോ നമുക്ക് കഴിയില്ല. അള്ളാഹുവിന്റെ ഹബീബിന്റെ വഫാത്ത് പോലും നോക്കണേ. ജീവിതത്തിൽ നമ്മൾ കണ്ടുപോയ എത്ര ആളുകളാ, എത്ര നിമിഷങ്ങളാ. മരണത്തിന്റെ ഓരോ സെക്കൻഡുകളും പടികടന്ന് വരുന്നത് അറിയാതെ മരണത്തിന്റെ മുന്നിൽ ചിരിച്ചുപോയി, കരഞ്ഞുപോയി, വേദനിച്ചുപോയി എത്ര ആളുകളാ ലോകത്ത്. എത്ര ആളുകളാ. എങ്ങനെ നമ്മൾ ഇതിനെ ഈ ഭാഷ, ഏത് ഭാഷയിൽ നമ്മൾ പറയാം? അപ്പോ
നമ്മൾ മോഹിക്കുന്ന ഹിമാലയത്തോളം പോകുന്ന താലോലിക്കുന്ന സ്വപ്നങ്ങളുടെ ഒക്കെ മേലെ ഒരൊറ്റടിയാണ് മരണം. എത്രയെന്നറിയോ? ഒരാളെ സ്വപ്നം തരുന്നറിയോ? ഒരാളെ സ്വപ്നം പഠിക്കണമെന്നാണ്, പഠനത്തിനിടയിൽ മരണം. ജോലി കിട്ടണമെന്നാണ്, ജോലി കിട്ടുന്നതിനിടയിൽ മരണം. ശമ്പളം വാങ്ങണമെന്നാണ്, ശമ്പളം വാങ്ങി ആദ്യത്തെ ശമ്പളം കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ തൊട്ടടുത്തൊരു ബേക്കറിയിലേക്ക് കയറുന്നതിനിടയിൽ കടന്ന് മേലെ കയറി ചതച്ചരച്ചു പോയ വാഹനം, സ്വപ്നം അവിടെ അവസാനിക്കുക. വിവാഹം കഴിക്കണമെന്നാണ്, വിവാഹം കഴിക്കാനുള്ള പെണ്ണ് തെരച്ചിലിനിടയിൽ മരണം. കഴിച്ചിട്ട് അവളോടൊത്ത് ജീവിക്കുന്നതിൽ മരണം. അവൾക്ക് ജനിച്ചൊരു കുഞ്ഞ്, ആദ്യത്തെ കുഞ്ഞ്, അതിന്റെ സന്തോഷ വാർത്ത അറിയിക്കാനായി സുഹൃത്തുക്കളെയും കുടുംബക്കാരെയും ബന്ധുക്കളെയും ഫോൺ ചെയ്ത് അറിയാതെ ആശുപത്രിയുടെ 4ാമത്തെ നിലയുടെ കെട്ടിടത്തിന്റെ ഒരറ്റത്തെ വരാന്തയുടെ ഒരു ഭാഗത്ത് അങ്ങനെ നിന്ന് സംസാരത്തിന് അറിയാതെ കാല് പറഞ്ഞ് താഴെ വീണ് തലപൊട്ടി മരിച്ചു പോയാണ് അല്ലേ? ആ കുഞ്ഞിനെ വളർത്തി വലുതാക്കി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മരിച്ചുപോയവർ. ആ പെൺകുട്ടിയുടെ കല്യാണം ഒരു പുതിയാപ്പിളയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണമെന്ന വല്ലാത്തൊരു മാതാവിന്റെ പിതാവിന്റെ നൊമ്പരം, അത് സാക്ഷാത്കരിക്കപ്പെടുന്ന വിവാഹത്തിന്റെ സുദിനം. ആ വിവാഹ സുദിനത്തിൽ ഭർത്താവിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അവളങ്ങ് പടിയിറങ്ങുന്നത് കണ്ണീരോടുകൂടി കണ്ടിരുന്നിട്ട് തന്റെ വരാന്തയിൽ ഇരുന്ന് അങ്ങനെ അങ്ങ് നിശ്ചലമായി പോയ പിതാവിന്റെ ചിത്രം പെരിന്തൽമണ്ണക്കപ്പുറം. എത്രയെന്നറിയങ്ങള് ഞാൻ എപ്പോഴും ആലോചിച്ച് നോക്കാം മരണം വന്ന ചിത്രങ്ങൾ, മരണം വരുന്ന ഒരു രീതി. ഒരു കാര്യം കൂടി എനിക്ക് ശാസ്ത്രനോട് പറയാനുള്ളത്, ഏത് ചർച്ച നമുക്ക് രസം. ഞാൻ ഈ നേരത്തെ 4 ആളെ കുറിച്ചാണ് ചീത്ത പറഞ്ഞാൽ നിങ്ങൾക്ക് ഇരിക്കാൻ രസം ഉണ്ടാവും, വെറുതെ പറഞ്ഞാൽ ഒരു രസം ഉണ്ടാവും. ഈ സദസ്സിൽ ഇരിക്കാൻ വല്ലാതെ കഴിയൂല, കാരണം അങ്ങനെ ചെയ്താൻ സമ്മതിക്കൂല. ഇങ്ങനെ കുത്തുവട്ടിന്ന് സൂചിച്ചിട്ട് നീ ചേടാ ഇത് നമുക്ക് ഇഷ്ടപ്പെടാത്ത വിഷയമാണ്, ഇത് ഇഷ്ടപ്പെടാത്ത വിഷയമാണ്, ഇത് ആളുകൾക്ക് താല്പര്യമില്ലാത്ത വിഷയമാണ്. പിന്നെ താല്പര്യം ഉണ്ടാവും എപ്പോന്ന് നിങ്ങള് പാതിരാവിലെ 8 മണി 9 മണി കഴിഞ്ഞ് തുടങ്ങണോ, എന്നിട്ട് രാത്രി 1 മണി വരെ അതിന്റെ അടിയിൽ ഒരു ബക്കറ്റ് കളക്ഷനും ഒരു 4 നീട്ടലും ചെവിമ്പ് തൊണ്ടിട്ട് 4 വലച്ചിലൊക്കെ വലിച്ചു. അപ്പൊ അൽഹംദുലില്ലാ ആളുകൾ അങ്ങനെ കൂടി എന്തൊരു രസമായിരുന്നു അങ്ങനെ പറയുന്നിടത്ത് മാത്രം, അല്ലാത്തടത്തൊന്നും തോടൂല. ആളുകൾക്ക് തൃപ്തിയില്ലാതായി. ഇത് നിങ്ങൾക്ക് വേറെ എന്തൊക്കെ പറയാണ്ടെന്നാ നമ്മുടെ ഒരു കൂട്ടർ ചോദിക്കണം എന്താ പറയാ, ഖുത്തുബയിൽ മിമ്പറമ്മ കയറിയിട്ട് വരെ ചർച്ച എന്താ നിങ്ങള് സിറിയയും ഫലസ്തീനും അങ്കോളൊക്കെയാണ്. ഖുത്തുബക്ക് മിമ്പറമ്മൽ വരെ ചർച്ച പറ, നിങ്ങൾക്ക് വേറെ ഒന്നും പറയല്ല കൂട്ടരല്ലോ. ഞാൻ ഒരിക്കൽ മരണത്തെ പറ്റി പറഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു നമുക്ക് വേറെ ഒന്നിനെ പറ്റി പറയല്ലേ, എന്തെല്ലാം വിഷയമുണ്ട് ലോകത്ത് ഉമ്മത്ത് മുസ്ലിമയുടെ മുമ്പിൽ ചർച്ച ചെയ്യാൻ, ദേ നിങ്ങൾക്ക് പറയാനുള്ളൂ, ദേ പറയുള്ളൂ. കൂട്ടരങ്ങൾ ആലോചിച്ച് നോക്കി, ഏതൊക്കെ ചർച്ച നടത്തിയാൽ ഈ ചർച്ച മറക്കാൻ പറ്റുമോ? ഇത് മറക്കണം എന്തിനാ അറിയോ? ഇത് മറക്കണം എന്തിനാ? ഇത് പറയേണ്ടത് എന്തിനാ? വേറെ പലതും നടത്താനാ. ഇരിക്കട്ടെ, ഞാൻ എന്റെ ഒരു അനുഭവങ്ങളിലേക്ക് നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുകയാ. നിങ്ങളൊന്ന് ആലോചിക്കണേ, നമ്മൾ മറന്നുപോയ മരണത്തിന്റെ നിമിഷങ്ങൾ നമ്മളെ തേടി വരില്ലേ? നമുക്ക് വേണ്ടി കുറിക്കപ്പെട്ടൊരു അവധി ഉണ്ടാവില്ലേ? നമ്മുടെ ആഗ്രഹങ്ങളോടും വിശാലമായ താല്പര്യങ്ങളോടും ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിലും നമുക്കരികിലേക്ക് മരണം കടന്നു വരില്ലേ? മനുഷ്യന്റെ വല്ലാത്ത താല്പര്യങ്ങളൊക്കെ മുന്നിൽ വെച്ച് റസൂൽ പറഞ്ഞതറിയോ, ലോ അന്ന ലിബ്നി ആദമ വാദിയം മിൻ ദഹബിൻ അഹബ്ബ അൻ യകൂന ലഹു വാദിയ. മനുഷ്യനെന്താ മരണത്തോട് താല്പര്യമില്ലാത്ത, അല്ലെങ്കിൽ മരണത്തെ പറ്റി പറയാൻ താല്പര്യം വല്ലാത്ത ആഗ്രഹ ജീവിയ മനുഷ്യൻ. ആദമിന്റെ പുത്രന് സ്വർണത്തിന്റെ ഒരു താഴ്വര ഉണ്ടാകുകയാണെങ്കിൽ, സ്വർണത്തിന്റെ ഒരു താഴ്വരനുണ്ട് ആദമിന്റെ ഒരു പുത്രൻ, നമുക്ക് ഒരു സ്വർണ്ണ താഴ്വരനുണ്ട്. എന്നാലും നമ്മുടെ മനസ്സിലെന്താ നിങ്ങള് 2 താഴ്വരയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അവൻ ആഗ്രഹിച്ചു പോകുന്നു. അല്ലാഹുവിന്റെ ഹബീബ് പറയാ, മണ്ണല്ലാതെ അവന്റെ വായ നിറക്കുകയില്ല, മണ്ണല്ലാതെ അവന്റെ വായ നിറക്കുകയില്ല. എന്നിരുന്നാലും തൗബ ചെയ്യുന്നവൻ തൗബ അല്ലാഹു സ്വീകരിക്കുന്നതാണ്. ബുഖാരിയിലും മുസ്ലിമിലും വന്ന ഹദീസാ. മനുഷ്യന്റെ ആഗ്രഹങ്ങളതാ, മനുഷ്യന്റെ താല്പര്യങ്ങളതാ, മനുഷ്യന്റെ ഓരോ ദിവസത്തെയും കണക്ക് കൂട്ടലതാ. നാളെ എത്രയാ, ഇന്നെത്രയാ, മറ്റന്നാൾ എത്രയാ? 2 വയസ്സുള്ള പെൺകുട്ടിക്ക് 16 കൊല്ലങ്ങൾക്കപ്പുറം കടന്നു വരാനിരിക്കുന്ന പുതിയാപ്പിളയെ പറ്റിയുള്ള സ്വപ്നത്തിലാണ് പല പിതാക്കന്മാരും ജീവിച്ചു പോണത്. അവിടെ വിദ്യാഭ്യാസത്തെ പറ്റി വിശാലമായ കാഴ്ചപ്പാടുകളാ. ആ കുഞ്ഞിന്റെ ഭാവിയെ പറ്റി, അവക്കൊരു കുഞ്ഞുണ്ടാകുന്നതിനെ പറ്റി ഓരോരോ ആഗ്രഹങ്ങളുമായി മനുഷ്യരാശി ജീവിക്കുന്നതിനിടയിലേക്കാണ് മരണത്തിന്റെ മാലാകമാര് കടന്നു വന്നു പോണത്. എന്നെ വല്ലാതെ വേദനിപ്പിച്ച രംഗം നിങ്ങളോട് പറയാതോ എന്താ സംഭവം എന്നറിയും. ഞാൻ ആലോചിച്ച് നോക്കണേ, മരണത്തെ പറ്റി പൊതുവെ നമ്മളെ കാഴ്ചപ്പാടെന്താ വെച്ചാല് മരണം പറഞ്ഞു പോകുന്ന അർത്ഥത്തിലല്ലേ പറഞ്ഞത്. പക്ഷെ ഈ ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറയും. ഇത് എവിടെയും വരും, എപ്പോഴും വരും, എങ്ങനെ വരും, ഇത് സാഹചര്യത്തിൽ വരും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്റെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുക. ഞാൻ എന്റെ വീട്ടില 2 കൊല്ലം മുമ്പാ
എൻ്റെ മോന് 2.5 വയസ്സ് കഴിഞ്ഞ സമയത്ത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തൊട്ട വീട്ടിൽ നിന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞു, മോനെ എൻ്റെ സുഹൃത്ത് പോയി എന്ന് തോന്നുന്നു, നജമുദ്ദീൻ മരിച്ചോടാന്ന്. എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ നേരെ തൊട്ട വീട്ടിൽ ചെന്നു, ഓടിച്ചെന്നു. അപ്പോഴേക്കും ഡ്രസ്സൊക്കെ ഊരി ആ മയ്യത്ത് അങ്ങനെ കിടത്തി അതിന്റെ മുകളിൽ ഇങ്ങനെ വിരിക്ക് തുടങ്ങി, താടിയൊക്കെ കെട്ടി 2 വിരലൊക്കെ കൂട്ടി കിട്ടുന്ന നാടൻ സമ്പ്രദായമൊക്കെ നടത്തി കഴിഞ്ഞു. കൈയൊക്കെ ശരിക്ക് വെച്ച് നിർത്തി വെച്ചു, അങ്ങനെ വെച്ചു. ഞാൻ ഒരു വട്ടം മുഖത്തേക്കിനെ നോക്കി. എന്നെക്കാളും 5 മാസം മാത്രം പ്രായം കുറവ്. 5 മാസം മാത്രം എന്നെക്കാളും പ്രായം കുറവ്. കല്യാണം കഴിച്ചിട്ടില്ല. ഇടയ്ക്ക് വെച്ച് ചെറിയൊരു മാനസിക അസ്വസ്ഥ. അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അങ്ങനെ മരണപ്പെട്ടു പോയവർക്കൊക്കെ അല്ലാഹു പുറത്തു കൊടുക്കുകയും കരുണ ചൊരിയുകയും ചെയ്യുമാറാവട്ടെ. ആ മയ്യത്തിന്റെ മുഖത്തോക്കും എനിക്ക് നിൽക്കാൻ കഴിഞ്ഞില്ല, മനസ്സ് പടക്കാൻ തുടങ്ങി. ഞാൻ അങ്ങനെ ആലോചിച്ചു. അന്നൊന്നും എന്റെ തലയിൽ വരാത്തൊരു ചിന്ത പിന്നെങ്ങനെ വന്നു. ആലോചിക്കണേ സഹോദര, ഉന്ന സഹോദരങ്ങളെ ആലോചിക്കണേ. പ്രായഭേദമന്യേ, സ്ത്രീ പുരുഷ വ്യത്യാസമന്യേ ഒന്ന് ആലോചിക്കണേ. ജാതിമത വ്യത്യാസമന്യേ ഒന്ന് ആലോചിക്കണേ. വല്ലാത്തൊരു വിഷയമാണ്. സംഭവം അറിയും, ഞാൻ എൻ്റെ വീട്ടിലിങ്ങനെ ഇരിക്കുന്ന സമയം 1:20 ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ ഭക്ഷണം കഴിച്ച് എൻ്റെ റൂമിൽ ഇങ്ങനെ കളിച്ചിരിക്കുക, എൻ്റെ കുട്ടിനെ കളിപ്പിച്ചിരിക്കുക. എൻ്റെ മോനെ, എൻ്റെ എല്ലാ സ്വപ്നവും എല്ലാ കൺകുളിർമെന്ന് നമ്മൾ പറയാൻ പറ്റും നമ്മളെ മക്കളെ കുഞ്ഞിനെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് വെറും 10 മീറ്റർ മാത്രം വ്യത്യാസമല്ല, അത് ആ റോട്ടിൽ നിൽക്കണ അത്ര വ്യത്യാസം കൂടി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ആ വീട്ടിൽ ആര് വന്നത്? മലക്കുൽ മൗത്തും സംഘവും വന്നത്. ഞാൻ ഇവിടെ എൻ്റെ പുരയിലുണ്ട്, ഞാൻ എൻ്റെ കുഞ്ഞിനോടൊപ്പം കളിക്കാം. അപ്പോഴവിടെ മലക്കുൽ മൗത്തും സംഘവും വന്നത്. എന്നിട്ട് അവന്റെ റൂഹ് പിടിച്ചത്, അവനെ കൊണ്ടുപോയത്. ആ സമയത്ത് അവര് വന്നപ്പോ എന്റെ പുരയില് ഞാനും എന്റെ കുഞ്ഞുമായി കളിച്ചിരിക്കുന്ന സമയത്ത് എന്റെ പുരയിൽ ഞാനും എന്റെ കുഞ്ഞും കളിക്കുമ്പോ തൊട്ടപ്പുറത്ത് കടന്നു വന്ന മലക്കുകൾ എന്നെ കണ്ടിട്ടുണ്ടാവില്ലേ? പരിസരത്തുള്ള പലരെയും കണ്ടിട്ടുണ്ടാവില്ലേ? ഞങ്ങൾക്കൊക്കെ നിശ്ചയിക്കപ്പെട്ട അവധിയാകുമ്പോ ആ മലക്കുകൾ ഞങ്ങളിലേക്കും വരില്ലേ? മറ്റാരും കണ്ടിട്ടില്ലെങ്കിലും അവര് ഞങ്ങളെ കണ്ടിട്ടുണ്ടാവില്ലേ? വല്ലാത്തൊരു വേവലാതി മനസ്സില്. ആലോചിച്ചൊക്കെ എത്ര മരണം നമ്മളെ പരിസരത്തിറക്കണം. തൊട്ട വീട്ടിൽ മരണം നടന്നിരിക്കാം. ആ മരിച്ച വീട്ടിലൊരാൾ മരിക്കുമ്പോൾ നമ്മളൊക്കെ തൊട്ട വീട്ടിൽ നിന്ന് കൂടി വന്നു നോക്കുകയാണ്. പക്ഷെ അയാളെ മരിപ്പിക്കാൻ വേണ്ടി വന്ന മലക്കുകള് എന്തായാലും ദൃഷ്ടി വിശാല പോലും നമ്മളെക്കോല് കണ്ടിട്ടുണ്ടാവില്ലേ സഹോദരങ്ങളെ? ഒന്നാലോചിച്ചോക്കി. സമയമായതുകൊണ്ടല്ലേ നമ്മളെ പരിക്ക് വരാത്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചത് ഈ ഏരിയയിൽ ഒരേ സമയം 2 ആള് മരിക്കണമെന്ന്. ഒരാള് മരിച്ച് 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഒരാളെ മരണമെന്ന് കേൾക്കാം. ഇവിടെ മരിപ്പിച്ചു കഴിഞ്ഞിട്ട് ദാ മരിച്ചു കൊണ്ട് ഇങ്ങോട്ട് ഓടി വെത്തുന്ന ആള് തിരിച്ച് പൊരേക്ക് എത്തുമ്പോഴേക്കും അയാളെ മരിപ്പിക്കാൻ അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ആലോചിച്ചോ? അങ്ങനെ ചിന്ത ഓടിയോ നമുക്ക്? അങ്ങനത്തെ ഒരു വാദം, അങ്ങനെ ഒരു ആലോചന നമുക്ക് ഉണ്ടായി. എത്ര മയ്യത്ത് നമ്മൾ കണ്ടു, എത്ര മരിച്ചോടത്ത് നമ്മൾ പോയി, എത്ര മരിച്ചോടത്ത് എനിക്ക് നേരല്ല, അവിടെ എന്നോടത്ത് എത്താണ്ട്, നിസ്കരിക്കാനും കൂടെ നേരല്ല, അതിന്റെ കൂടെ പോകാൻ നേരല്ല, എന്നോടത്ത് എത്താണ്ട്. അങ്ങനെ പോയ ആളില്ലേ? അങ്ങനെ പോണ വഴിയിൽ പിടിച്ചിട്ടില്ലേ അള്ളാഹുവിന്റെ മലക്കുകൾ? ഇല്ലേ? ഉണ്ടല്ലോ. അവനാണ് ഇഷ്ടപ്പെട്ട 2 ഖിറാത്ത് കൂലി. ഇതൊരു ഗൗരവമുള്ള വിഷയം പറഞ്ഞ ഇടയ്ക്കൊരു തമാശ പറയണമെന്നല്ല വിചാരിക്കരുത്. ഒരിക്കൊരാള് വണ്ടി ആക്സിഡന്റിൽ രക്ഷപ്പെട്ടു. മരിച്ച വീട്ടിൽ നിന്ന് പോയതാ തോന്നുന്നു. വണ്ടി ആക്സിഡന്റ് പഠിച്ചോ കാത്തുന്നു. നഷ്ടായി, 2 ഖിറാത്ത് ഞങ്ങൾക്ക് പോയി എന്ന് പറഞ്ഞു. ആർക്കും ഓടിയിട്ടില്ല, എനിക്ക് മനസ്സിലായി. ഒരാള് ബൈക്ക് ആക്സിഡന്റിൽ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞപ്പോ പറഞ്ഞത് 2 ഖിറാത്ത് എനിക്ക് നഷ്ടായി. ഓൻ മരിച്ച 2 ഖിറാത്ത് ഇട്ടൂലേ? നിങ്ങൾ ആലോചിച്ചോക്കണം. വല്ലാത്ത ഗൗരവമുള്ള വിഷയം. നമ്മൾ ഇന്നൊരു ഓടിയിട്ടില്ല, അതൊന്നും നമ്മുടെ തലയിൽ ആലോചിച്ചിട്ടില്ല. ആലോചിക്കാൻ നേരല്ല നമുക്ക്. ഭാര്യന്റെ വിഷയം, മക്കളെ വിഷയം, ബിസിനസ്, കുടുംബം, കൂട്ടം, സ്വന്തം, ബന്ധം, നാട്, വീട്, രാഷ്ട്രീയം. ഇവിടെ നേരം 10 മിനിറ്റ് കിട്ടിയ അങ്ങാടിയിൽ, ക്ലബില്, കാരംസിന്റെ മുന്നിൽ, ചെസ്സിന്റെ മുന്നിൽ, ടിവിന്റെ മുന്നിൽ, ഭാര്യയുടെ, ഭർത്താവിന്റെ, കുടുംബത്തിന്റെ, കൂട്ടക്കാരുടെ, നമ്മൾ സാധാരണ പറയില്ല പെണ്ണുങ്ങളെ പറ്റി, ഒരു 10 മിനിറ്റ് കിട്ടിയ അപ്പൊ ഒരു പട്ട വെട്ടാൻ ഒരു ചൂലി എന്തായാലും നിൽക്കുക. നേരം വേണ്ടേ? ആലോചിക്കാൻ നേരം വേണ്ടേ? അതുകൊണ്ട് സഹോദരങ്ങളെ, ഗൗരവമായ ഒരു ആലോചനക്ക് വിധേയമാക്കാൻ, ഗൗരവമായ ഒരു ആലോചനക്ക് വിചിന്തനമായി വരാൻ ഒരു ആവശ്യം, അത്രമൊരു സംഗതി അത്രമാത്രമേ ഉള്ളൂ. ആലോചിക്കണേ, മരണം ജീവിതത്തിന്റെ അന്ത്യമല്ല. മരണം ഒരിക്കലും ജീവിതത്തിന്റെ അന്ത്യമല്ല, അതിന്റെ അവസാനമല്ല.
മരണത്തോടുകൂടി എന്റെയും നിങ്ങളുടെയും ജീവിതം അങ്ങ് അവസാനിച്ചു പോണില്ല. പല ആളുകളും സമാധാനിച്ചത് അങ്ങനെയാ. ഉദാത്തവും യഥാർത്ഥവുമായ ഒരു ജീവിതത്തിന്റെ ആരംഭമാണ് അത്. ആധുനിക ദാർശനിക ചിന്തയിൽ താൻ ഇച്ഛിക്കാതെ ജനിക്കുന്നു, ഇഷ്ടപ്പെടാതെ മരിക്കുന്നു, ജനിമൃതികളാകുന്ന രണ്ട് യാദൃശ്ചികതകൾക്കിടയിലുള്ള ഒരു പ്രഹേളികയായിട്ടാണ് ജീവിതത്തെ കാണുന്നത്. നേരത്തെ സൂചിപ്പിച്ച നിരീശ്വരവാദികളുടെ കാഴ്ചപ്പാട് അങ്ങനെയാ. ഒരു വല്ലാത്തൊരു സംഗതി. നമ്മൾ സാധാരണ പറയില്ലേ, ഒരിടത്ത് ജനനം. പണ്ടൊരു പാട്ടുണ്ട്, ഒരിടത്ത് ജനനം ഒരിടത്ത് മരണം, ഉലകിൽ ജീവിതഭാരം. ഇയാള് വെറുതെ എഴുതിപ്പോയതാ. ഒരിടത്ത് ജനനവും ഒരിടത്ത് മരണവും, അങ്ങനെ ഒരു പ്രഹേളിക, അതിനിടയിലുള്ളൊരു പ്രഹേളിക, അതിനിടയിലൊരു താൽക്കാലിക ജീവിതം. അവിടെ ഭാര്യയുണ്ട്, മക്കളുണ്ട്, കുടുംബമുണ്ട്, കൂട്ടുണ്ട്, സ്വന്തമുണ്ട്. മാക്സിമം അടിച്ചു പൊളിച്ചോ, രസിച്ചോ, ജീവിച്ചോ. ഇതാണ് ജീവിതം. അതിനാൽ അവരുടെ ദൃഷ്ടിയിൽ മരണമെന്ന് പറയുന്നത് മനുഷ്യന്റെ ഏറ്റവും വലിയൊരു ദുരന്തമാണ്. എന്തുകൊണ്ടാണ് കറുത്തത്? കറുത്ത കൊടി, അല്ലെങ്കിൽ ഒരു കറുത്ത നാട, ഒരു കറുത്ത പൊന്നാട. എന്തുകൊണ്ടാണ് മരണപ്പെട്ട വീടുമായി ബന്ധപ്പെട്ടെടുത്തത്? ഒരു സൂചനയായി, ഒരു പ്രതീകമായി കൊണ്ടുപോകുന്നത് എന്താ? ഒരു ദുരന്തമായിട്ടാ. ഇനിയൊരു തിരിച്ചുവരവില്ലെന്ന ബോധമാ, ഇനി ഒരിക്കലും അയാൾക്കൊരു ജീവിതമില്ലെന്ന ബോധമാ. എന്നാലും നിങ്ങൾ ആലോചിക്കും, ജനിച്ചവരാരും ഒരു കാലത്തും മരിക്കുന്നില്ലെന്നൊന്ന് സങ്കല്പിച്ചു നോക്കണേ. ജനിച്ച ഒരാളും മരിക്കുന്നില്ല. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽക്ക് ഈ നിമിഷം വരെ ജീവിക്കുന്ന എല്ലാവരും ജനിച്ച ഒരാളും മരിക്കാതെ ജീവിക്കുക എന്ന് വിചാരിക്കുക. എത്ര പരിതാപകരമായിരിക്കും ഈ ലോകത്തിന്റെ അവസ്ഥ. മരണം എന്ന് പറയുന്നത് ലോകത്തിന്റെ ആവശ്യമാണ്. മരണം എന്ന് പറയുന്നത് ലോകത്തിന്റെ ആവശ്യമാണ്. അതൊരു ദുരന്തമല്ല, അതൊരു ദുഃഖമായി നമുക്ക് താൽക്കാലികമായി തോന്നുമെങ്കിലും ആലോചിച്ച് നോക്കി, ഒരാളും മരിക്കണില്ല എന്ന് പറഞ്ഞാൽ എന്താ അവസ്ഥ? മരിക്കുക എന്നുള്ള സിസ്റ്റം ഉണ്ടായാലല്ലേ ജീവിതം ശരിക്കും ഒരു ആസ്വാദികരമാവും, അല്ലെങ്കിൽ അനാവശ്യമായ ഭാരമായി തീരൂലേ? മരണം വെറുക്കപ്പെടേണ്ട ഒരു വിപത്താണോ? അല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, രോഗം വന്നിട്ട് ഒരാൾ കിടക്കുക, ക്യാൻസർ പിടിച്ചിട്ട്, മാറാ രോഗം. അയാള് രാഷ്ട്രപതിക്ക് ദയാഹർജി സമർപ്പിക്കുക, ഇന്നൊന്ന് കൊന്നരോ. മരിക്കാൻ ആഗ്രഹിക്കണ മനുഷ്യരുടെ ലോകത്ത് പ്രയാസവും ഭാരവും ദുഃഖവും വേദനയും സഹിച്ചിട്ട് ഒന്ന് മരിക്കാൻ എന്താ പറയുക, ആത്മഹത്യ ചെയ്യാൻ ധൈര്യമില്ല, ഇന്നൊന്ന് കൊന്നരോ ചോദിക്കണ മനുഷ്യന്മാരുടെ ലോകത്ത്. അപ്പൊ മരണം ദുരന്താണോ? മരണം ആവശ്യമില്ലാത്തൊരു സംഗതിയാണോ? അല്ല. ആരുടെ മുന്നിൽ നമുക്ക് പറയാൻ പറ്റും മരണം പോണോ? വാപ്പ മരിക്കണോ, ഉമ്മ മരിക്കണോ, ഞാനും മരിക്കണോ, നിങ്ങളൊക്കെ മരിക്കണോ? എന്തിനറിയൂ? ഈ ലോകത്തിന്റെ നിലനിൽപ്പിന്, താളക്രമത്തിന് തന്നെ അനിവാര്യമാണ്. ആലോചിച്ചോക്കണങ്ങള്. മരണത്തോടെ ഇസ്ലാമിന്റെ ഭാഷയിൽ പറഞ്ഞാല് മനുഷ്യന്റെ ഭൗതിക ശരീരം ജീർണിച്ച് മണ്ണിൽ ചേരും. എന്നാലോ അവന്റെ ഉള്ളിലുള്ള ഒന്നുണ്ട്, പദാർത്ഥാതീതമായ മനുഷ്യന്റെ ആത്മാവ് പിന്നെയും ജീവിക്കുന്നു. ആ സത്യം ഖുർആൻ വിശദീകരിക്കണം. എങ്ങനെ അറിയോ? മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ. മണ്ണിൽ നിന്ന് നിങ്ങളെ നാം സൃഷ്ടിച്ചു, അതിലേക്ക് തന്നെ നിങ്ങളെ നാം അടക്കുന്നു, അതിൽ നിന്ന് തന്നെ മറ്റൊരു പ്രാവശ്യം നിങ്ങളെ നാം പുറത്തു കൊണ്ടുവരികയും ചെയ്യും. 20-ാമത്തെ അധ്യായം സൂറത്ത് ത്വാഹയുടെ 55-ാമത്തെ വാചകമാ. ഈ ജീവിതമാണ് കൂടുതൽ സ്വാർത്ഥകമായ ജീവിതം. ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത ലോകത്തേക്കുള്ള പാതയങ്ങൾ, അത് ശേഖരിക്കുവാൻ നിർദ്ദേശിക്കപ്പെട്ട ഒരിടത്താവളമാണ് നമ്മൾ ഈ ജീവിക്കുന്ന ദുനിയാവ്. ഞാൻ വിഷയം ചുരുക്കി വരിക. ഈ ജീവിതത്തിന്റെ ആകെ സത്ത എന്താണെന്നറിയോ? 60 കൊല്ലക്കാലം ജീവിച്ചവന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്നറിയോ? 90 കൊല്ലക്കാലം ജീവിച്ചവന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്നറിയോ? പ്രായപൂർത്തിക്ക് ശേഷം പടച്ചിറപ്പ് തന്നത് 5 കൊല്ലമാണെങ്കിൽ ആ 5 കൊല്ലവും ജീവിച്ചവന്റെ ലക്ഷ്യം എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചുതരാ, അദ്ദുനിയാ മസ്റഅത്തുൽ ആഖിറ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പരലോകത്തേക്കുള്ള കൃഷിയിടമാണ് ഇഹലോകം എന്നത്. ഇത് മനുഷ്യന് ബോധ്യമാകുന്ന ഒരു നിമിഷം വരാണ്ട് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ നാളെ യൗമുൽ ആഖിറയിലേക്ക് ഒന്ന് കൊണ്ടുപോവുകയാണ്. യൗമുൽ ആഖിറയിലേക്ക് മനുഷ്യരാശി റബ്ബിന്റെ മുന്നിൽ വരിക. മനുഷ്യരാശി പറഞ്ഞു പോണൊരു വാക്കുണ്ട്, യഖൂലു യാ ലൈതനീ ഖദ്ദംതു ലിഹയാതി. അല്ലാഹുവേ, അയ്യോ, ഞാൻ എൻ്റെ ജീവിതത്തിന് വേണ്ടി മുൻകൂട്ടി ചെയ്തു വെച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. 70 കൊല്ല കാലഘട്ടത്തിലെ ജീവിതത്തിന് വേണ്ടിയല്ല, 100 ചില്ലാനും കൊല്ലം ജീവിച്ചതിന് വേണ്ടിയല്ല, ആഖിറത്തിന് വേണ്ടി ജീവിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് യൗമുൽ ഖിയാമയിൽ മനുഷ്യരാശി പറഞ്ഞു പോകും. എന്റെ മുന്നിലിരിക്കണ മുസ്ലിങ്ങളെ, നിങ്ങൾക്ക് ഇതിനകത്തൊരു ആമുഖത്തിന്റെ ആവശ്യകതയില്ലല്ലോ, നിങ്ങൾക്കത് ബോധ്യമാകാത്തൊരു വിഷയമല്ലല്ലോ. മനുഷ്യ ജീവിതത്തിലെ വിജയവും പരാജയവും സുഖവും ദുഃഖവും
വൃക്കവും നിർണയിക്കുന്നതിൽ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിനാണ് സ്ഥാനമുള്ളത്. വിശുദ്ധ ഖുർആൻ പറയാ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത്. ഇതാണെന്നറിയോ അല്ലാഹുവിന്റെ വാക്ക്? الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا. അല്ലാഹു നിങ്ങൾക്ക് ജീവിതവും മരണവും സൃഷ്ടിച്ചത് നിങ്ങളിൽ ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ആരാണെന്ന് പരീക്ഷിക്കുവാൻ വേണ്ടിയാണ്. സൂറത്തുൽ മുൽക്കിന്റെ 2-ാമത്തെ വാചകമാ ഏറ്റവും നല്ല പ്രവർത്തനം. രാഷ്ട്രീയ പ്രവർത്തനമല്ല, സാമൂഹിക പ്രവർത്തനങ്ങളല്ല, മനുഷ്യരാശിക്ക് 2 ലോകത്തും രക്ഷപ്പെടാൻ അനിവാര്യമായ പ്രവർത്തനങ്ങൾ, മനുഷ്യന്റെ ആത്യന്തികമായ വിജയത്തിന് വേണ്ട പ്രവർത്തനങ്ങൾ ആരാണ് അനുഷ്ഠിക്കുന്നതെന്ന് അറിയാനത്രേ നിങ്ങൾക്ക് ഞാൻ ജീവിതത്തെ തന്നത്, മരണത്തെയും. വിശുദ്ധ ഖുർആൻ പറയാ അതുകൊണ്ട് തന്നെ മരണത്തെ വെറുക്കുകയോ ഭയപ്പെടുകയോ വിസ്മരിക്കുകയോ അവഗണിക്കപ്പെടുകയോ ചെയ്യാവതല്ല. മരണത്തോടുള്ള വെറുപ്പ് അഥവാ മരിക്കാനുള്ള മടി എന്ന് പറയുന്നത് അധമത്വത്തിന്റെ ലക്ഷണമാണ്. സമൂഹത്തിന്റെ അധപ്പതനത്തിന്റെ കാരണങ്ങൾ സ്വഹാബികൾ അന്വേഷിച്ചപ്പോ എന്തേ ജനങ്ങൾ നന്നാകാത്തത് റസൂലേ, എന്തേ ജനങ്ങൾ വൃത്തികെട്ടവരായത് റസൂലേ, എന്തേ ജനങ്ങളെ കൊണ്ട് ഒരു ഉപകാരം ഒരാൾക്കും ഇല്ലാതെ പോയത് റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബത്തിന്റെ ചോദ്യമാ, ലോകത്തിന്റെ ഹബീബിന്റെ മറുപടികൾക്കുണ്ട്. ഹുബ്ബുദ്ദുന്യാ വകറാഹിയത്തുൽ മൗത്ത്. ഈ ഒരു ഹദീസിന്റെ ഈ ഒരു വാചകം കേൾക്കാത്തവരാണോ നമ്മൾ? ദുനിയാവിനോടുള്ള താല്പര്യമാ, വകറാഹിയത്തുൽ മൗത്ത്, മരണത്തോടുള്ള വെറുപ്പുമാ. മനുഷ്യരാശിക്ക് ദുനിയാവിനോടാണ് താല്പര്യമുള്ളത്. മരണത്തെ സംബന്ധിച്ച് ഗൗരവമായ ബോധമാണ് മനുഷ്യനുണ്ടാകേണ്ടത്. കാരണം എന്താണെന്നറിയോ? ഒരർത്ഥത്തിലും നിഷേധിക്കാത്തൊരു യാഥാർത്ഥ്യമാണ്. പുരക്കകത്ത് കാരണക്കാരനായ പിതാവ് മരണപ്പെട്ടു പോയി, എന്നെ പറ്റി പരിപാലിക്കുന്ന എന്റെ മാതാവ് മരണപ്പെട്ടു പോയി, എന്റെ പിഞ്ചോമന കുഞ്ഞ് മരണപ്പെട്ടു പോയി, എന്റെ കുടുംബത്തിൽ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയി. ഈ സ്വാഭാവികമായും ഈ മരണത്തെ പറ്റിയുള്ള ബോധം കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഓർമ്മിപ്പിക്കുകയും കർമ്മത്തിലേക്ക് ത്വരിപ്പിക്കുകയും ചെയ്യും, കർമ്മത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുപോവുകയും ചെയ്യും. അതുകൊണ്ടാണ് മരണത്തെ ഓർക്കണമെന്ന് ഇസ്ലാം നമ്മളോട് പഠിപ്പിച്ചു പോയത്, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു പോയത്. ഒക്കെ നിങ്ങൾ റസൂൽ പറയാ അൽ ഖയ്യിസു മൻ ദാന നഫ്സുഹു വഅമല ലിമാ ബഅദൽ മൗത്ത് വൽ ആജിസു മൻ അത്ബഅ നഫ്സുഹു ഹവാഹാ വതമന്നാ അലല്ലാഹ്. സ്വന്തം ശരീരത്തെ വിനയത്തിന് കീഴ്പ്പെടുത്തി കൊടുക്കുകയും മരണാനന്തര ജീവിതത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവനാണ് ബുദ്ധിമാൻ. ആരാണെന്നറിയുമോ ബുദ്ധിമാൻ? 10ാം ക്ലാസ്സിൽ റാങ്ക് വാങ്ങിയവനല്ല, +2 റാങ്ക് വാങ്ങിയവനല്ല, പ്രൊഫഷണൽ കോഴ്സുകൾക്ക് ഉന്നതമായ മാർക്ക് വാങ്ങിയവനല്ല, ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികളല്ല, സയന്റിസ്റ്റുകളല്ല, സോഷ്യോളജിസ്റ്റുകളല്ല, സൈക്കോളജിസ്റ്റുകളല്ല, ലോകത്ത് ബുദ്ധിജീവികൾ എന്നറിയപ്പെടുന്ന മീശയങ്ങ് ചുണ്ടിന് താഴെ താടി രോമങ്ങൾ അങ്ങ് ഒരുപാട് നീട്ടിയിട്ട് ഒരു പ്രത്യേക കോലത്തിൽ, ഒരു ജാതി കോലത്തിൽ നമ്മൾ കാണുമ്പോൾ തന്നെ പറയില്ലേ ബുജികൾ എന്ന് പറയില്ലേ, ബുദ്ധിജീവികൾ എന്ന് പറയില്ലേ? അങ്ങനെയുള്ള ആളുകളല്ല ബുദ്ധിജീവികൾ. അള്ളാഹുവിന്റെ ഹബീബ് പറയാ വഹീന്റെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിക്കുന്ന ലോകത്തിന്റെ നേതാവ് പറഞ്ഞു പോവുകയാ, സ്വന്തം ശരീരത്തെ വിനയത്തിന് കീഴ്പ്പെടുത്തി കൊടുക്കുകയും മരണാനന്തര ജീവിതത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവനാണ് ബുദ്ധിമാൻ. ഇനി നോക്കണേ, വൽ ആജിസ് മൻ അത്ബഅ നഫ്സഹു ഹവാഹാ വതമന്നാ അലല്ലാഹ്. ദേഹേച്ഛയ്ക്ക് പിന്നാലെ, താല്പര്യത്തിന്റെ പിന്നാലെ, തന്നിഷ്ടത്തിന്റെ പിന്നാലെ തന്റെ ശരീരം പോവുകയും എന്നിട്ട് അല്ലാഹുവിങ്കിൽ നിന്ന് വിജയത്തെ ആഗ്രഹിക്കുകയും ചെയ്യുന്നവനാണ് ഇവിടെ. കള്ളുകുടിയനാ, തോന്നിവാസിയാ, വ്യഭിചാരിയാ, പെണ്ണുപിടുത്തക്കാരനാ, സ്ത്രീ പീഡകനാ, ഏത് ഹറാം പറപ്പും ചെയ്തു പോണവനാ, ഏത് വൃത്തികേടും ചെയ്തു പോണവനാ, എന്നിട്ടും പടച്ചവന്റെ സ്വർഗരാജ്യം ആഗ്രഹിക്കുന്നവരുണ്ടോ? പടച്ചവന്റെ ലിഖാ ആഗ്രഹിക്കുന്നവരുണ്ടോ? റബ്ബിന്റെ കോടതിയിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളില്ലേ? എല്ലാ തമ്മാടിത്തവും ചെയ്തിട്ട് പടച്ചവനെ നിന്റെ സ്വർഗരാജ്യം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളുണ്ടോ? അയാളാണ് ഏറ്റവും വലിയ വിഡ്ഢിയെന്ന് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ ഹബീബുനാ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സത്യത്തിൽ വിഡ്ഢിയാരാ ബുദ്ധിമാനാരാ? ഞാൻ അതൊന്നും എന്റെ വകയിൽ കേട്ടോ, ഇതൊക്കെ അള്ളാഹു റസൂൽ പഠിപ്പിച്ച കാര്യം പറഞ്ഞു. നോക്കണേ നിങ്ങള്, മരണത്തിന്റെ ബോധത്തെ പറ്റിയുള്ള അഭാവം, മരിക്കണം എന്നുള്ള ചിന്തല്ല. അങ്ങനെ ഉണ്ടായ എന്താണെന്നറിയോ? അത് ഏറ്റവും വലിയ ബുദ്ധിശൂന്യതയും വിശ്വാസത്തിന്റെ ന്യൂനതയാണെന്ന ഇസ്ലാം പഠിപ്പിക്കുന്നത്. വിശ്വാസ ദുർബലതയാണ്. മാത്രമല്ല, മരണത്തെ പറ്റി ബോധമുള്ളവന്റെ ജീവിതം എങ്ങനെയാണെന്ന് അറിയും. ആ ഒരു കാര്യം കൂടി സൂചിപ്പിച്ച് നമുക്ക് ഇൻഷാല്ലാ വിഷയത്തിന്റെ മർമ്മത്തേക്ക് വരാണ്ട്. അതും അല്ലാഹുവിന്റെ റസൂൽ പറയാ
ഖാല മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മുത്തബിഉ സുന്ന എന്ന ചരിത്രത്തിൽ അറിയപ്പെടുന്ന മഹാൻ അദ്ദേഹം പറഞ്ഞു പോവുക ഖാല അഖദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിമൻകിബയ്യ ഫഖാല കുൻ ഫിദ്ദുനിയാ കഅന്നക ഗരീബ് ഔ ആബിർ സബീൽ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാ. എന്റെ രണ്ട് ചുമലുകളും പിടിച്ചുകൊണ്ട് ലോകത്തിന്റെ ഹബീബ് പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ രണ്ട് ചുമലിലും പിടിച്ചിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു പോയത് എന്താണെന്നറിയോ? ഭൂലോകത്ത് മോനെ ഇബ്നു ഉമറേ, അബ്ദുല്ലാഹി ഇബ്നു ഉമറേ, ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മോനെ, ഭൂലോകത്ത് നീ ഒരു വിദേശിയെ പോലെയോ അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെയോ ആയി തീരുകയാ. ഒരു വിദേശിയെ പോലെ മാത്രം. ഞാൻ ഈ പ്രദേശത്ത് അറിയാത്തവർക്കൊരു വിദേശിയാ, അല്ലെങ്കിലോ ഞാൻ ഇതിൽ നടന്നു പോണ വഴിയാത്രക്കാരനാ. നോക്കണം, നിങ്ങൾ ഇങ്ങനെ മാത്രം നിങ്ങൾ 70 കൊല്ല കാലഘട്ടത്തിലെ 80 കൊല്ല കാലഘട്ടത്തിലെ 100 കൊല്ല കാലഘട്ടത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണണേ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ. എന്നിട്ട് അല്ലാഹുവിന്റെ ദൂതര് ഇത് പഠിപ്പിച്ച ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു യഖൂലു ഇദാ അംസൈത ഫലാ തൻതദിർ സ്വബാഹ് വഇദാ അസ്ബഹത ഫലാ തൻതദിർ മസ്ആ വഖുദ് മിൻ സിഹ്ഹതിക ലിമർലിക് വമിൻ ഹയാതിക ലിമൗതിക്. സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസാ. എന്നിട്ട് അദ്ദേഹം പറയാ, വൈകുന്നേരമായാലോ നീ പ്രഭാതത്തെ പ്രതീക്ഷിക്കരുത്. രാത്രിയാണേ ഇന്ന് നമുക്ക് നാളെ നേരം വെളുക്കുമെന്ന പ്രതീക്ഷ നമുക്ക് വേണ്ട. നേരം വെളുത്താലോ വൈകുന്നേരത്തെയും താങ്കൾ പ്രതീക്ഷിക്കരുതേ. നിന്റെ ആരോഗ്യത്തിൽ നിന്ന് രോഗത്തിലേക്കും ജീവിതത്തിൽ നിന്ന് മരണത്തിലേക്കും സമ്പാദിക്കണേ. ഇത് മഹാൻ അവറുകൾ വിശദീകരിച്ചു തരികയാ. രാത്രിയായ നേരം വെളുക്കുന്നു പ്രതീക്ഷിക്കേണ്ട. നമുക്കിപ്പോഴും പല ആളുകൾക്കും അങ്ങനത്തെ ഒരു ബോധം തന്നെയില്ല. നേരം വെളുത്ത വൈകുന്നേരത്തെയും പ്രതീക്ഷിക്കേണ്ടെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കി. എന്താ ഈ വാക്കിന്റെ ഒക്കെ ഒരു ആശയം? നമ്മൾ പലപ്പോഴും പാതിരാവായതിൽ കേട്ട വാക്കല്ലേ ഇത്? വായിച്ചു പോയപ്പോ കേട്ട വാക്കല്ലേ ഇത്? നേരം വെളുത്താ വൈകുന്നേരം ആകുന്ന പ്രതീക്ഷ വേണ്ട. ഉറപ്പല്ലേ? വീട്ടിൽ നിന്ന് ഇറങ്ങിയതല്ലേ? ഇറങ്ങിയപ്പോഴല്ലേ ഭാര്യ ലിസ്റ്റ് എന്നത്? അതെ, നിങ്ങളുടെ ഇന്നലത്തെ മാതിരി ആകരുത്. 10 എഴുതിക്കണം, ഇനി 5 ഇട്ട് വരും, അപ്പം പറഞ്ഞുതരാം എന്നൊക്കെ പറഞ്ഞിട്ട് അവള് നമ്മളെ ഇറക്കി വിട്ട്. ഇല്ല മോളെ, ഞാൻ വാങ്ങിച്ചോളാം, ഇൻഷാ അല്ലാഹ് എന്ന് പറയാൻ പറഞ്ഞു. ഞാൻ അല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞു. അങ്ങനെ വാങ്ങിച്ച് വൈകുന്നേരത്തെ സാധനമൊക്കെ വാങ്ങാൻ വേണ്ടി അങ്ങാടിക്ക് ഇറങ്ങിയതാ, ജോലിക്കടി, അല്ലെങ്കിൽ വാങ്ങി വെച്ചിട്ട് കയറിയതാ. അപ്പോഴാ പഠിച്ചവന്റെ പ്രവാചകൻ പഠിപ്പിച്ച മലക്കുകൾ വന്നത്. എന്നിട്ട് എന്തേ? ഏത് സമയം വരെ അല്ല, വൈകുന്നേരം ആവൂല, ഇപ്പൊ രാത്രിയാ. നേരം വെളുക്കുന്ന എനിക്കും നിങ്ങൾക്ക് ഒരു പ്രതീക്ഷ വേണ്ട. ഇത് പൂർത്തിയാക്കുന്ന പ്രതീക്ഷ എനിക്കില്ല. ഇവിടുന്ന് നീച്ചു പോകുന്ന പ്രതീക്ഷ നിങ്ങൾക്കും വേണ്ട. അങ്ങനെ ഉണ്ടോ എന്ന് ആർക്കും എണീറ്റ് പോകാം. അല്ലാത്തവരൊക്കെ അവിടെ ഇവിടുന്ന് നമ്മൾ എണീറ്റ് പോകുന്ന ഉറപ്പുള്ളവർക്കൊക്കെ പഠിച്ചു പോകാം. ഒരു ഉറപ്പില്ല. അള്ളാഹു നമുക്ക് ദീർഘായുസ്സും ആഫിയത്തും ദീനിന് വേണ്ടി തന്റെ ഇടത്തോടെ സ്ഥൈര്യത്തോടെ ധൈര്യത്തോടെ മുന്നേറാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഇതൊരു കഥയല്ല, ഒരു തമാശയല്ല, ഒരു പഴംപുരാണ ചർച്ചയല്ല, ഒരു യാഥാർത്ഥ്യമാണ്. നിരീശ്വരവാദികൾ വരെ അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യം, മരണം. മതമില്ലാത്തവരെ അംഗീകരിക്കണ യാഥാർത്ഥ്യം. എന്നിട്ടല്ലേ മതമുള്ളവർ നമ്മള് ഭൗതികമായ സർവ്വസുഖാസ്വാദനങ്ങളും അഭിലാഷങ്ങളും നേടുന്നതിനിടയിൽ പരലോകത്തെ വിചാരണയെ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ മറന്നുപോകരുത്. നമ്മളെ വിഷയത്തിന്റെ മർമ്മന്യത അത് നമ്മൾ മനസ്സിലാക്കാം. എല്ലാ പ്രശ്നവും, എല്ലാ പ്രഹേളി, എല്ലാ മനുഷ്യന്റെ കാട്ടിക്കൂട്ടലൊക്കെ ഒരൊറ്റ സെക്കൻഡിന് അവസാനിക്കാം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞൊരു വാക്കാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എന്താ റസൂൽ പറഞ്ഞറിയോ? നിങ്ങൾ സുഖത്തിന്റെ അന്ധകനായ മരണത്തെ കൂടുതൽ ഓർക്കണേ. സുഖത്തിന്റെ അന്ധകൻ, വല്ലാത്തൊരു പദട്ടാ പദം. സുഖത്തിന്റെ അന്ധകൻ. മനുഷ്യന്റെ ഭാര്യ സുഖാണ്, മക്കള് സുഖാണ്, ഭർത്താവ് സുഖാണ്, ബാപ്പിമ്മി സുഖാണ്, പൊര സുഖാണ്, വാഹനം സുഖാണ്, എല്ലാം സുഖാണ്. ഈ ദുനിയാവ് സുഖ. ഇന്ന ദുനിയാ ഹുൽവത്തുൻ ഖളിറത്തുൻ. അല്ലാത്തൊരു വാക്കാ അല്ലാഹുവിന്റെ മുത്തുനബി പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്ത് അല്ലാത്തൊരൊന്നും ഇവിടെ ഇരിക്കില്ലല്ലോ. സ്വലാത്ത് അല്ലാത്തൊരു ഇവിടെ ഇരിക്കരുതെന്ന് എനിക്ക് പ്രത്യേകം പറയാനുള്ളത്. ഇതൊരു പുതിയ പഠിപ്പായി. എന്തറിയോ? സ്വലാത്ത് ചെല്ലാതിരിക്കുക എന്നുള്ളത് ഒരു പഠിപ്പായി മാറിക്കളാക്കരിക്കണം. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം നമ്മളെന്തായാലും ചേകന്നൂരി വേണ്ട. പിന്നെ കുറെ ഉരികളുണ്ടല്ലോ അതിന്റെ ഇടയിൽ വന്നതൊക്കെ. ആ ആശയം പേറി 2002 പോയ അതാണ്ട. അതിന് മുമ്പ് പോയ രാഷ്ട്രീയ പ്രാധാന്യം കൊടുത്ത മതസംഘടന അത് പോകണ്ട.
പിന്നെയോ പുതിയ ചിന്താഗതിയൊക്കെ ആയിട്ട് വന്ന ആരെ നോക്കിയാലും മുശ്രിക്കാക്ക, അങ്ങനെ തോണ്ടിയൊക്ക, ഉള്ളിൽ മാന്തിയൊക്ക, ഓ തൗഹീദ് ഉണ്ടോ അല്ലേ, ഇല്ലെങ്കിൽ തൗഹീദ് വിശുദ്ധിക്കുകയുമോ, ഒറ്റ സീൽ അവിടെ, ഇല്ലെങ്കിൽ തൗഹീദ് വിശുദ്ധിക്കുകയുമോ. എന്നിട്ട് പുറത്തോ വിഡിത്ത മാത്രം പറയും ചെയ്യാം. ഇരിക്കട്ടെ, ഞാൻ അങ്ങോട്ടൊന്നും പോണില്ല. ഈ ആളും ഈ സുഖവും എല്ലാറ്റിന്റെയും അന്ധകൻ, എല്ലാറ്റിന്റെയും ഇല്ലായ്മ, എല്ലാറ്റിന്റെയും മുറിച്ചു കളയുന്ന സാധനമാണ് മരണോ. നിങ്ങൾ ആലോചിച്ച് നോക്കി, സത്യല്ലേ ഇത്? ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ എത്ര ആസ്വാദികര. അതോ എൻ്റെ ഭാര്യ മക്കളൊക്കെ ഒരുമിച്ചിരിക്കുമ്പോൾ ആ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു സഹോദരന്റെ തരിപ്പ്, ആ കഴിച്ച ഭക്ഷണത്തിൽ ഒരു വറ്റ് കയറിപ്പോയത്. 1 മണി വറ്റ്, 32 വയസ്സായിട്ട്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാണ്. 32 വയസ്സ്. ഏതൊരു ആസ്വാദിത ഭക്ഷണം അത് കുടുംബത്തോട് ഒന്നിച്ചിരുന്ന് കഴിക്കുക, അത് അവനാന്റെ മരണമായി മാറാം. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും ഞെട്ടലോടെ കണ്ടൊരു അനുഭവമാണ്. ഒരു സഹോദരി, നിങ്ങൾ ആലോചിക്കുക, അതിന്റെ പടച്ചില് ഞാൻ ഞെട്ടിപ്പോയി. അതിന്റെ പടച്ചിലുണ്ട്. എല്ലാം മറന്നു നിൽക്കുന്നതിനിടയിൽ കടന്നു വരുന്ന മരണം. മക്കളെ കണ്ടിട്ട് മറക്കണ്ട, ഭാര്യനെ കണ്ടിട്ട് മറക്കണ്ട, ഭർത്താവിനെ കണ്ടിട്ട് മറന്നു പോണ്ട. കുടുംബവും സ്വത്തും സ്വന്തക്കാരും ബന്ധുക്കളും എല്ലാം നിങ്ങൾക്കുണ്ടായാലും നിങ്ങൾ മരണത്തെ മറന്നു പോണ്ട. ആ മരണം നിങ്ങളിലേക്ക് കടന്നു വരുമെന്ന് ദീനുൽ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചു പോണ യാഥാർത്ഥ്യമാ. ഒരാൾക്കും തർക്കമില്ലാത്തൊരു യാഥാർത്ഥ്യം. നോക്കണേ നിങ്ങള്, എനിക്കും നിങ്ങൾക്കും അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് ഒരു ദിവസം. എന്നിലേക്കും നിങ്ങളിലേക്കും വരുന്നുണ്ട് ഈ സാധനം. ഈ വരുന്ന സാധനത്തിന് 2 മുഖം ഉണ്ടാവുന്ന കാരണം എന്താ അറിയും? ഞമ്മക്ക് 2 മുഖം ഉണ്ടായതുകൊണ്ടാണ്. മരണത്തിന് 2 മുഖമുണ്ട്. എന്തുകൊണ്ടെന്നല്ലേ? ജീവിക്കുന്ന മനുഷ്യരാശിക്കും 2 മുഖമുണ്ട്. മനുഷ്യർ 2 തരക്കാരാണ്. അള്ളാഹുവിനെ അംഗീകരിച്ച് പാപവിമുക്തരായി ജീവിക്കുന്ന ഒരു വിഭാഗമുണ്ട്. മറ്റൊരു വിഭാഗം ആരാന്നറിയോ? അള്ളാഹുവിനെ നിഷേധിച്ച് ശിർക്കിന്റെ, കുഫറിന്റെ, ബിദ്അത്തിന്റെ, ഹറാമിന്റെ, തോന്നിവാസത്തിന്റെ ലോകത്ത് ജീവിച്ചു പോണ ആളുകളാണ്. ഈ 2 കൂട്ടരുടെയും മരണം 2ആണ്. മരണത്തിന്റെ കാഠിന്യവും പരീക്ഷണവും ആർക്കും ഒട്ടും കുറവില്ല. ഉത്കൃഷ്ടനായ ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ റസൂലിന്റെ വഫാത്തിന്റെ അവസാന നിമിഷങ്ങൾ, റസൂലിന്റെ വഫാത്ത്, അവിടുന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് പറയുന്നുണ്ട്, ഇന്നലിൽ മൗതി സക്കറാത്ത്. ആയിഷ, മരണത്തിന് എന്തൊരു ലഹരിയാണ് ആയിഷ, എന്തൊരു ലഹരിയാണ് മരണത്തിന്. അള്ളാന്റെ ഹബീബിന്റെ വേദന, മരണത്തിന്റെ വേദന ഏതൊരു മനുഷ്യനിലേക്കും കടന്നു വരുന്ന മരണത്തിന്റെ വേദനയുണ്ട്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുഭവതാ പഠിപ്പിക്കുന്നത്. എന്നിട്ട് അവിടുന്ന് അള്ളാഹുവിങ്കിൽ നിന്ന് കരുണ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു പോയി, റബ്ബി ഉഫ്ർലി വർഹംനി വഅൽഹിഖ്നി ബിർറഫീഖിൽ അഅ്ലാ. റബ്ബേ, എനിക്ക് പുറത്തു തരണമേ, എന്നോട് കരുണ ചെയ്യണമേ, ഉന്നതനായ കൂട്ടുകാരനിലേക്ക് എന്നെ നീ ചേർത്തി തരണമേ. അള്ളാന്റെ തിരുദൂതര് പ്രാർത്ഥിക്കുക. അപ്പോൾ റസൂൽ, നിങ്ങൾക്ക് നല്ല വേദന ഉണ്ട്, നിങ്ങളൊരാൾ അനുഭവിക്കുന്ന 2 ഇരട്ടി വേദന ഉണ്ട്, അപ്പൊ നിങ്ങൾക്ക് 2 കൂലി ഉണ്ടാവൂലേ? അതെ, 2 കൂലി ഉണ്ടാവും. അല്ലാത്തൊരു രംഗാണ് സഹോദരങ്ങൾ. ഈ അവസ്ഥയല്ല നമുക്ക് വരാൻ പോകുന്നത്. നമുക്ക് വരുന്ന 2 അവസ്ഥ. എന്താ അറിയോ? വേദന ഉറപ്പാണ്, വേദന ഉറപ്പാണ്. ചിലര് പറയാൻ എങ്ങനെ അറിയോ? പ്രസവത്തെ ഒരു മരണവേദനയോട് തുലനം ചെയ്യാറുണ്ട്. എങ്ങനെയാണ് അത് തുലനം ചെയ്യണമെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. വിഡിത്തം നല്ല എന്താ പറയാ കൂട്ടരെ, നമ്മൾ മരിച്ചിക്കണമെങ്കിലല്ലേ നമുക്ക് ഈ മരണത്തിന്റെ വേദനയും പ്രസവവേദന ഒന്നാമത് മനസ്സിലാവുള്ളൂ. സാധാരണ നമ്മളെ കാര്യപ്പെട്ട ചില മൂല്യന്മാര് വരെ പ്രസംഗിക്കുമ്പോൾ മരണത്തിന്റെ വേദന അതനുഭവിക്കാട്ടി ബലിച്ചങ്ങനെ ജനങ്ങളെ പൊട്ടന്മാരൊക്കെ. പ്രസവ വേദന എന്ന് പറഞ്ഞ മരണവേദന ഒന്നാ കൂട്ടരെ. എന്ത് വിഡിത്തേ പറഞ്ഞത്? പ്രസവത്തിന് വേദന ഉണ്ട്, പ്രസവത്തിന് വേദന ഉണ്ട്. എന്ന ആധുനിക ലോകത്തെ വേദന ഇല്ലാതെ പ്രസവിക്കുന്ന സമ്പ്രദായമുണ്ട്. കീറിയിട്ടാന്ന് മാത്രം, ആ ചെറിയ സ്റ്റിച്ചിന്റെ വേദന മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ആരോടെ വലിയ വയത് പറയുന്നത്? മരണത്തോടെ എങ്ങനെ ഇതിനെ ഉപമിക്കാം? ഒരിക്കലും ഉപമിക്കാൻ കഴിയില്ല. അത് അനുഭവം മാത്രമാണ്. ഞാൻ അനുഭവിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും എങ്ങനെ, നിങ്ങൾ ഓരോരുത്തരും അനുഭവിക്കുമ്പോൾ. പക്ഷെ ഒരു കാര്യം നമുക്ക് മനസ്സിലായത്, മരണത്തിന് വേദന ഉണ്ടെന്ന് അത് അനുഭവിച്ച ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുപോയി, ഈ മരണം ജീവിതത്തിലേക്ക് വന്നാൽ നമ്മളൊക്കെ 2 തരക്കാരാണ്. അല്ലാഹു മുത്തഖികളുടെ കൂട്ടത്തിലേക്ക് നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ 2 തരം മരണം, 2 തരം മരണം. മുത്തഖികളുടെ ആത്മാവിനെ ഏറ്റെടുക്കുന്ന രൂപവും കാഫിറും മുശ്രിക്കും തമ്മാടിയുമായി ഈ ലോകത്ത് ജീവിച്ചു പോയ ആളുടെ ആത്മാവിനെ ഏറ്റെടുക്കുന്ന രൂപവും 2.
ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടന്നു പോവുകയല്ല. കദാലിക യജ്സില്ലാഹുൽ മുത്തഖീൻ الذين تتوفاهم الملائكة طيبين يقولون سلام عليكم ادخلوا الجنة بما كنتم تعملون. അപ്രകാരമാണ് മുത്തഖികൾക്ക്, സൂക്ഷ്മത പാലിക്കുന്നവർക്ക് അല്ലാഹു പ്രതിഫലം നൽകുന്നത്. അതായത് നല്ലവരായിരിക്കെ മലക്കുകൾ ഏതൊരു കൂട്ടരുടെ ജീവിതം അവസാനിപ്പിക്കുന്നുവോ അവര് മലക്കുകൾ പറയും, മരിക്കാൻ വേണ്ടി വിധേയനായ ആളുടെ അരികിലേക്ക് കടന്നു വരുന്ന മലക്കുകൾ പറയും, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിന്റെ ഫലമായി നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക. 16-ാം അധ്യായം സൂറത്തുൻ നഹ്ലിന്റെ 31-32 വാചകങ്ങളാ. ഇത് നല്ലൊരു ആത്മാവായി ജീവിച്ചു പോയ ആളോട് പറഞ്ഞതാ. മരണം വരെ നല്ലവനായി ജീവിച്ചവനോട് പറഞ്ഞു പോണ വാക്കാ. ഇനി രണ്ടാമത്തെ മരണത്തിന്റെ മുഖം നിങ്ങൾ കേൾക്കണ്ടേ. ദുർജനങ്ങളും വൃത്തികെട്ടവരുമായ ആളുകളുടെ മരണം എങ്ങനെയാ? അവരുടെ ആത്മാവ് പിടിക്കുന്ന മലക്കുകൾ അവരോട് പറഞ്ഞു പോണ വാക്കെന്താ? വലൗ തറാ ഇദ യതവഫല്ലദീന കഫറുൽ മലായികതു യദ്രിബൂന വജൂഹഹും വഅദ്ബാറഹും വദൂഖൂ അദാബൽ ഹരീഖ്. സത്യനിഷേധികളുടെ മുഖങ്ങളിലും പിൻവശങ്ങളിലും അടിച്ചുകൊണ്ട് മലക്കുകൾ അവരെ മരിപ്പിക്കുന്ന സന്ദർഭം നബിയെ താങ്കൾ എങ്ങാനും കണ്ടിരുന്നെങ്കിൽ അവരോട് പറഞ്ഞു പോകും, ജ്വലിക്കുന്ന അഗ്നിയുടെ ശിക്ഷ നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക. ജ്വലിക്കുന്ന അഗ്നിയുടെ ശിക്ഷ ആലോചിച്ച് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതിരിക്കുമ്പോ കടന്നു വരുന്ന മരണത്തിന്റെ രണ്ട് മുഖം, എന്നിലേക്കും നിങ്ങളിലേക്കും വരാൻ പോണ മരണത്തിന്റെ രണ്ട് മുഖം അല്ലാഹു പറഞ്ഞുതരാ ഖുർആനിൽ. ഹദീസിനല്ലേ ചിലർക്ക് താല്പര്യമില്ലാത്തുള്ളൂ. അബൂ ഹുറൈറ എന്ന് പറഞ്ഞ ആയിഷ ബീവി, ആ ഓൾ അങ്ങനെ പലതും പറയും. ഒരാള് പറഞ്ഞതാ, ഓള് ആയിഷ ബീവിനെ വയസ്സനായി പോയല്ലേ, ഞാൻ ഒറ്റ ഒന്നും കൊടുത്തിരുന്നു. സത്യം പറയട്ടെ, ഈ മജ്ലിസിൽ ഇങ്ങനെ എനിക്ക് പറയാൻ പറ്റുമെന്ന് ഇന്ന് നിങ്ങൾ അങ്ങനെയൊക്കെ പഠിച്ച ചിലപ്പോൾ ആരും ചോദിക്കുന്ന ആളെ. സത്യം പറയും, ഒരു വയസ്സനായി പോയി ആയിഷ ബീവിനെ ഓള്. ഹദീസല്ലേ പ്രശ്നമുള്ള എല്ലാവർക്കും, ഹദീസല്ലേ പുച്ഛം. അത് രണ്ടും ആയത്താ, ഇത് രണ്ടും ഹഖാ, രണ്ട് യാഥാർത്ഥ്യ, രണ്ട് മരണത്തിന്റെ മുഖമുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ പടച്ച റബ്ബിന് പറഞ്ഞുതരാ. അല്ലാഹു അക്ബർ. ധാരാ ഓതി തന്നത് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ശറഫാക്കപ്പെട്ട തിരുനാവിലൂടെ. സഹാബത്ത് കേൾക്കുക, എന്നിട്ട് റസൂലുള്ളാഹിന്റെ വിശദീകരണം പറഞ്ഞുതരാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വിശദീകരണമാണ് ഹദീസ്. ഇതാ മനുഷ്യന്മാർക്ക് എപ്പോഴും മനസ്സിലാത്തത്. ചില ആളുകൾക്ക് അങ്ങനെ ഉണ്ട്, ഹദീസ് ആണെങ്കിൽ നോക്കണ്ട, ഖുർആയത്താണെങ്കിൽ നോക്കുക, ഹദീസ് ആണെങ്കിൽ പറയണ്ട. അള്ളാന്റെ മുത്തുനബി പറഞ്ഞ തരങ്ങള് അത്തരം വിഭാഗത്തെ ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ കാണാതെക്കട്ടെ. മുത്തുനബി പറയാ, ഇന്റെ വാചകം ഞാൻ വിരോധിച്ചത് വല്ലതും കേൾക്കുമ്പോ പറയുന്നത്, ഞാൻ വിരോധിച്ചത് അതുപോലെ ഞാൻ കൽപ്പിച്ചത് കേൾക്കുമ്പോ അതൊന്നും ഞങ്ങൾക്കറിയില്ല, അള്ളാന്റെ ഗ്രന്ഥത്തിൽ കണ്ടത് ഞങ്ങൾ പിൻപറ്റാന്ന് പറയണ ഒരാളെ നിങ്ങളെ കൂട്ടത്തിൽ ഞാൻ കണ്ടുമുട്ടാതെക്കട്ടെ. ലോകത്തിന്റെ ഹബീബ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോഴും പറയാ. ഇപ്പൊ അടുത്തൊരു ചർച്ച ഉണ്ടായി, പെരുമ്പാവൂർ എന്ന് പറഞ്ഞ സ്ഥലത്തൊരു ചർച്ച ഉണ്ടായി, പ്രസംഗിച്ചുകൊടുക്കാം. അവിടുത്തെ ചർച്ച എന്താ നിങ്ങള്, അള്ളാന്റെ റസൂലിന്റെ സുന്നത്തനുസരിച്ച് മനുഷ്യന്മാർ നിസ്കരിക്കുമ്പോ കൈയ്യട്ടുണ്ട് നെഞ്ചത്താ. എവിടെ കൈയ്യട്ടുണ്ട്? നെഞ്ചത്താ. പള്ളം വരെ കൈയ്യട്ട ഒരു ദുർബല ഹദീസും കൂടി തെളിവില്ല, ഒരൊറ്റ ദുർബല ഹദീസ് പോലും ഇല്ല. ഇലാ യൗമിൽ ഖിയാമ കൊണ്ടുവരാൻ പറ്റില്ല ദുർബല ഹദീസ് പോലും. പള്ളം വരെ കൈയ്യട്ട തെളിവില്ല. എന്താ നിങ്ങൾ ഈ മരണത്തിന്റെ ഇടയിൽ പോയി കൈയ്യട്ടലെ കൊണ്ടുവരുന്നത്? പഠിക്കാൻ വേണ്ടി പറയാം. പൂക്കളുടെ താഴെ കെട്ടാനോ ഒരു ദുർബല ഹദീസ് ഉണ്ട്, തഹ്ത സുറ ഇസ്നാദുഹു ദഈഫ്. ഇബ്നു ഹജർ അസ്ഖലാനി അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരി പറയാം, അതിന്റെ സനദ് ദുർബലാണ്. കെട്ടാൻ തെളിവുള്ളത് അവിടെ നെഞ്ചത്ത് കെട്ടാനാണ്. അതാ ഷാഫി മദ്ഹബിലെ സർവ്വ കിതാബ്. ഒരു കാര്യം കൂടി സൂചിപ്പിക്കണേ, മദ്ഹബ് അംഗീകരിച്ച ഉറപ്പായിട്ട് മുജാഹിദാവും. നാലാരൊരു മദ്ഹബ് നിങ്ങൾ അംഗീകരിച്ചേക്കണം, നിങ്ങൾ എന്തായാലും മുജാഹിദീങ്ങളാവും. കാരണം ഞങ്ങളൊക്കെ 4 മദ്ഹബിലുള്ളത് അംഗീകരിക്കുന്നവരാ. അത് ഞങ്ങൾ ചെയ്യണമൊക്കെ 4 മദ്ഹബിലുണ്ട്. മുജാഹിദീങ്ങൾക്ക് സാധാരണക്കാരോട് പറയാനുള്ളതാ, ഈ നാട്ടിലെ സാധാരണക്കാരോട്, ഞങ്ങൾ ചെയ്യണതിന് 4 മദ്ഹബിലും തെളിവുണ്ട്. നിങ്ങൾ ചെയ്യണ പലതിനും 4 മദ്ഹബിൽ പോയിട്ട് നിങ്ങളെ പാരമ്പര്യത്തിൽ പോലും തെളിവില്ല. ഉദാഹരണം പറഞ്ഞുതരാം, സ്വലാത്ത് വാർഷികം 10 കൊല്ലം മുമ്പില്ല, അദ്ദേഹം പറഞ്ഞു ഇല്ല. എന്നാ ഞങ്ങൾ ചെയ്യണ ഏത് കാര്യത്തിനും 4 മദ്ഹബിൽ തെളിവുണ്ട്. പിടിച്ചു ചോളി, പഠിച്ചു വെച്ചോ. ഞാൻ പറഞ്ഞു വന്നത്, ഒരാളെ തർക്കപദ എന്നിട്ട് പറയാണ്, അയാൾ പറയാണ്, അങ്ങനെ കുറെ നൂതന വാദനങ്ങൾ ഇപ്പൊ ഇങ്ങനെ വരുന്നുണ്ട് നമ്മളെ കൂട്ടത്തിൽ. അത് പഠിച്ചൊക്കെ വേണ്ടി പറയാം. കേരളത്തിലെ സലഫികൾക്ക് പറ്റിയ അബദ്ധം എന്താ വെച്ചാൽ, ലോകത്തെ സലഫികൾക്കിടയിൽ കേരള സലഫികൾക്ക് പറ്റിയ അബദ്ധം ഈ കൈകെട്ടേണ്ട വിഷയത്തിലുള്ള തർക്കം ഇവിടെ മാത്രമേ ഉള്ളൂ എന്ന്.
ലാസ്റ്റ് ഇപ്പഴത്തെ എനിക്കൊരു മെസ്സേജ്, ഒരാള് എന്താ മെസ്സേജ് ഉള്ളത് നിങ്ങള് സ്വഹീഹുൽ ബുഖാരിയിൽ വല്ല ഹദീസും ഉണ്ടോ നെഞ്ചത്ത് കൈകെട്ടാൻ. അപ്പൊ ഇമാം അഹ്മദിന്റെ 22,026 നമ്പർ ഹദീസ്, അബൂദാവൂദിലെ ഹദീസ്, തിർമിദിലെ ഹദീസ്, 7ഓളം ഹദീസുകൾ, കുറെ കിതാബിന്റെ ഇബാത്ത്, ഒന്നും അവർക്ക് പറ്റൂല, ബുഖാരി തന്നെ കിട്ടണോ. അപ്പൊ അങ്ങനെയുണ്ട് കുറെ ആൾക്കാർ. എങ്ങനെ ബുഖാരിയിൽ ഉണ്ട് പറഞ്ഞാലും ചിലർ തള്ളൂല. ബുഖാരിയോ എന്റെ ബാപ്പ പറഞ്ഞാലും തോട്ടുകറിയണം, ബുഖാരിന്റെ ബാപ്പ പറഞ്ഞാലും കേൾക്കൂല, തോട്ടുകറിയാനാ പറഞ്ഞെടുത്ത. ഇരിക്കട്ടെ, ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. പക്ഷെ ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കുക, അള്ളാന്റെ ഖുർആനിലെ ആയത്തും റസൂലുള്ളാഹിന്റെ ഹദീസും കേട്ടാൽ സമിഅനാ വഅതഅനാ ആമന്നാ വസല്ലംനാ. നമ്മുടെ ജീവിതത്തിലൊക്കെ വരുന്ന സാധനത്തെ പറ്റി അള്ളാന്റെ ഖുർആനിൽ എന്താണ് അറിയോ? മുത്തുനബി ഓതിത്തരാ. ക്ഷണിക്കപ്പെടാതെ, നമ്മളാരും ഇഷ്ടപ്പെടാതെ വരുന്ന സാധനമാണ് മരണം. ഒരാളും ആഗ്രഹിക്കണില്ല. 80 വയസ്സുള്ള ഒരാളോട് മരിക്കാൻ അയക്കണമെങ്കിൽ മലക്ക് വന്നിട്ട് ചോദിക്കാന്ന് ഇരിക്കാം, അല്ല വലിയ നമുക്ക് പോവല്ലേ, സ്വർഗമുണ്ട് നരകമുണ്ട്, നിങ്ങളെ കർമ്മത്തിനനുസരിച്ച് ലോകത്തൊക്കെ നമുക്ക് പോലും വെച്ചാൽ ആയിട്ടില്ല മോനെ, എന്റെ പേരക്കുട്ടിനെ കടിച്ചു ഓക്കൊരു കുട്ടിയും കൂടി ആട്ടെന്നിട്ട് നമുക്ക് നോക്കാം. നീ അങ്ങനെ വന്നാലോ കുട്ടിയായാലും വലിയപ്പ പറയോ, ഇല്ല മോനെ അതിനൊരു കല്യാണമാണ്, ഒന്ന് പ്രായപൂർത്തിയാണ് കണ്ടോട്ടെ, എന്നിട്ട് അതിനൊരു പുതിയാപ്പിള വരുന്ന കാണട്ടെ, പിന്നെ പറഞ്ഞു എന്താ പറയാ, ഞാൻ അതിനൊരു കുട്ടിയാണ് കാണട്ടെ. മരിക്കാൻ മനുഷ്യൻ ആഗ്രഹിക്കൂ? ഒരിക്കലും ആഗ്രഹിക്കൂല. ഞാൻ പറഞ്ഞില്ലേ, മരിക്കാതിരിക്കാൻ ആ മനുഷ്യന്റെ ഒക്കെ ആഗ്രഹം. ഇനി ഒരു രക്ഷയില്ല, ജനിച്ചു പോയില്ലേ, ഇനി നിവർത്തില്ല. ഈ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ അപ്പം നമ്മൾ ശ്രമിക്കണം. മരിക്കുന്ന ഉറപ്പായി, ഇനി എന്ത് വേണോന്നാ. അതുകൊണ്ട് വരുന്നതിന് മുമ്പ് എന്ത് ചെയ്യണോ? മരിക്കുന്ന ഉറപ്പല്ലേ? ഉറപ്പാണ്. അള്ളാന്റെ വാക്കെന്താ നിങ്ങള് സൂറത്ത് ഖാഫ് 50-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാചകം തരും. അള്ളാഹ് പറയട്ടോ, അള്ളാഹ് جاءت سكرة الموت بالحق ذلك ما كنت منه تحيد. മരണത്തിന്റെ വെപ്രാളം സത്യമായും വന്നു കഴിഞ്ഞു, അതിൽ നിന്ന് തെന്നിമാറാൻ നിനക്ക് കഴിയില്ല. മരണത്തിന്റെ യാഥാർത്ഥ്യം വന്നു കഴിഞ്ഞു, ഒരിക്കലും തെന്നിമാറാൻ കഴിയില്ല. വിസ്മരിച്ചു പോയ ഒരു ലോകത്തിന്റെ സന്ദേശവുമായാണ്, ഒരു വിളിയാളവുമായാണ് മരണം നിങ്ങളിലേക്ക് കടന്നു വന്നു പോയത്. നിങ്ങൾ വിസ്മരിച്ച പലതിനും ഒരു യാഥാർത്ഥ്യമുണ്ടെന്ന് നിങ്ങളെ തോന്നിപ്പിക്കുന്ന, നിങ്ങൾക്ക് ധാരണയുണ്ടാക്കുന്ന, ഇതൊരു യാഥാർത്ഥ്യമായിരുന്നെന്ന് നിങ്ങളെ ഉറപ്പിക്കുന്ന ഒരു വല്ലാത്ത നിമിഷമാ. നോക്കണേ, നിങ്ങൾ ഒരു കുട്ടി പുതിയാപ്പള കടന്നു പെണ്ണ് കാണാൻ വന്നി, ഒരാള് പെണ്ണ് കാണാൻ വീട്ടിൽ പെണ്ണാണ് വന്നപ്പോ ഉമ്മരത്ത് വാപ്പരിക്കണ്ട, ആ കേറിയിരിക്കുന്നത് കേറിയിരുന്നു, നിങ്ങൾ എവിടുന്നാന്നൊക്കെ ചോദിച്ചു. ഇങ്ങനെ എന്നോട് തന്നെ, ശരി മോളെ ബാക്ക് ഉള്ളിൽ വിളിച്ചു. ആ അപ്പ അവിടുന്ന് ഒരു വിളി കേട്ടു. അങ്ങനെ രണ്ടാക്കും കൂടി കല്യാണത്തിന്റെ പ്രാഥമിക എന്താ പരസ്പരം പെണ്ണ് കാണാനുള്ള, ചെറുക്കനെ കാണാനുള്ള ഒരു നിമിഷം ഒരുക്കി കൊടുത്തു. അങ്ങനെ കണ്ടു, രണ്ടാളും ഇഷ്ടപ്പെട്ടു, ചർച്ച ചെയ്തു, പോയി. പിന്നെ ബന്ധക്കാരും കുടുംബക്കാരൊക്കെ വന്നു, ഉറപ്പിച്ചു, ഡേറ്റ് ഉറപ്പിച്ചു, എൻഗേജ്മെന്റ്. ഇസ്ലാമിൽ അങ്ങനത്തെ ഒരു എൻഗേജ്മെന്റ് ഒന്നും ഇല്ല. അത് പറയാം, നാട്ടു നടപ്പിൽ പറയാണ് ഒരു എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞു, ഒരു വളയും മോതിരൊക്കെ ഇട്ടെടുത്ത് പോലും പോയി. അപ്പൊ അങ്ങനെയാണ് ഒക്കെ ഇട്ട് കൊടുക്കും. അവസാനം തമ്പ് തെറ്റിയെടുത്ത് മോന്തൊക്കെ വലിച്ചെറിയും ചെയ്യും. വല്ലാത്തൊരു ലോകം നമ്മളെ ലോകം. ഈ ചാവക്കാട് പ്രദേശത്തൊക്കെ എൻഗേജ്മെന്റ് കൂടുതലാ. എന്നിട്ടോ അങ്ങനെ കറങ്ങും രണ്ടാളും. ഒരുത്തം വിളിച്ചു വരുത്തിനെ ഞാൻ പറ്റൂല, എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുള്ളൂ, നിക്കാഹ് കഴിഞ്ഞിട്ടില്ല. അവസാനം നിർബന്ധിച്ചപ്പോൾ നിവൃത്തിയില്ലല്ലോ. ഇനിയിപ്പോ ഈ ചങ്ങായി ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ ചോള് അമ്മ പറഞ്ഞ മര കുട്ടി പോയി കള ഇറങ്ങിച്ചെന്നിട്ട് ഇപ്പോൾ ആ കുട്ടി നിങ്ങൾ ഫേസ്ബുക്ക് കാണാം. അവളുടെ പേരും ഓർമ്മല്ല, നല്ല ഭംഗിയുള്ള ഒരു മുസ്ലിം കുട്ടിയൊന്നും, ശരിക്കും മഫ്തക്കെട്ട കുട്ടി. ഇപ്പോൾ ആ കോലം കണ്ടല്ലോ ധരിച്ചു. നമ്മള് ഉമ്മാനും ബാപ്പാനൊക്കെ നിശ്ചയിച്ച്, ലോകം നിശ്ചയിച്ച്, സർവ്വം നിശ്ചയിച്ച് നല്ലൊരു പാട്ടുകാരത്തി കൂടി അവള്, അറിയപ്പെടുന്ന ഒരു പാട്ടുകാരത്തി. ഫേസ്ബുക്കിൽ നിങ്ങൾ കയറിയാൽ കാണാൻ പറ്റും. അവളെ പേര് ഞാൻ മറന്നുപോയതാണ്, പക്ഷെ ആ ഇത് അടിച്ചു കൊടുത്താൽ കിട്ടും. അങ്ങനെ ചുരുക്കം പറഞ്ഞെന്ന് വെച്ചാല്, അങ്ങനെ അവന്റെ കൂടെ ചെന്ന് ഒരു ബീച്ചിലൊക്കെ പോയി ഐസ്ക്രീം കഴിച്ചു. രണ്ടാളും തൊട്ടിട്ടൊന്നുമില്ല, എന്നിട്ട് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. രണ്ടാൾക്കിടയിൽ ഒന്നുമില്ല, ചർച്ച കൂടുതൽ പരിചയപ്പെട്ടു, കൂടുതൽ മനസ്സിലായി, ഒക്കെ മനസ്സിലായി. വീട്ടിൽ വന്ന് വൈകുന്നേരത്ത് വിളിച്ചു. ഞാൻ എന്നെ വിളിച്ചപ്പോഴേക്കും ഇതിന്റെ കൂടെ ഇറങ്ങിപ്പോ. ഇങ്ങനെയാണെങ്കിൽ ഇപ്പൊ എത്ര ആളെ കൂടെ ഇറങ്ങിപ്പോയിട്ടുണ്ടാവും ചോദിച്ചു. ഇത് ഹക്കാണ്. ഇത് പറഞ്ഞ നാളായിരുന്നു ഈ കുട്ടിയുടെ വാപ്പാന്റെ സുഹൃത്ത്. സംഭവം നടക്കണറിയാം, മദ്രാസിലെ വലിയൊരു ബിസിനസ്സുകാരൻ. ഇപ്പൊ ഫേസ്ബുക്കിൽ കിട്ടേണ്ട ആവശ്യം. എന്നിട്ട് നിങ്ങൾ നോക്കണം, ഒരൊറ്റ കാരണത്താൽ ഒരു കുട്ടിയുടെ ജീവിതം മുടങ്ങി. ഓള് 5 നേരം നിസ്കരിക്കണ മുത്തക്കയായ കുട്ടി എന്നുള്ളതൊന്ന് മാറിയിട്ട് ഓള് തനി പിശാചായി മാറി. ഇതാണ് എൻഗേജ്മെന്റ് ഉണ്ടാക്കിയിട്ടുള്ള പരിപാടി. ഇതിന്റെ ഇടയിൽ കയറ്റിയത് ഞാൻ ഇതിനറിയോ മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞു. ഇത് പറയാൻ വേറൊരു സമയം നമുക്ക് കിട്ടൂല. ഇങ്ങനെ എൻഗേജ്മെന്റ് ഉറപ്പിച്ചു, എല്ലാം റെഡിയായി. നേരത്തെ ഈ പുതിയാപ്പിള വന്നത് വാപ്പാനോട് അനുവാദം ചോദിച്ചിട്ടാ.
അങ്ങനെ കല്യാണത്തിന്റെ ചട്ടവട്ടങ്ങളൊക്കെ ഇങ്ങനെ ആയി റെഡിയായി ഇങ്ങനെ വരുമ്പോൾ ഒരു ദിവസം വാപ്പം വരത്തിരിക്കുന്നുണ്ട്. മോളകത്തിൻ്റെ ഉള്ളിൽ തകൃതിയായിട്ട് അങ്ങനെയല്ല, കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഒരു മിനിറ്റ്, ഒരു 6 മാസത്തെ ഗ്യാപ്പ് ഇടും. എന്തിനാ? നിക്കാഹ് ഉറപ്പിച്ച ഇടയിലൊരു എക്സാം വരാനുണ്ട്. അപ്പൊ അങ്ങനെ ഏത് കുട്ടിയെ കൊണ്ട് ഇടയിലൊരു എക്സാം, അതിന്റെ ഇടയിൽ കല്യാണം വേണ്ട, കല്യാണം കഴിച്ചാൽ അത് കൊളാവും. അപ്പൊ പിന്നെ എക്സാം കഴിഞ്ഞിട്ട് മതി. പിന്നെ ഒരു 3 മാസം അങ്ങനെ കാത്തുക്കാം. 3 മാസമാണ് ഹറാമ്, വിളിയും തെറിയും പോക്കും വരവും ബന്ധപ്പെടലും ഒക്കെ. ഈ 3 മാസം നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറയണേ. ഇതൊന്നും നമ്മൾ അനുവദിക്കരുത്. മുജാഹിദീങ്ങളെ പുരയിൽ വരെ കാണുന്ന സംഭവം അവസ്ഥയാണ്, ദുരന്താണത്, വല്ലാത്ത ദുരന്തം. എന്നിട്ട് വാപ്പയോട് ഇരിക്കുന്നുണ്ട്, അതിഥികൾ വന്നു. വാപ്പാനോട് ചോദിച്ചില്ല, വാപ്പ ഒരു കണ്ടതുമില്ല. അടുക്കളയിൽ ഉമ്മുണ്ട്, ഉമ്മയും കണ്ടില്ല. കുറച്ച് കഴിഞ്ഞ് എന്തോ വീണ ശബ്ദം കേട്ട് ചെന്ന് നോക്കിയപ്പോ മോള് താഴെ വീണ് കിടക്കുന്നു. തലന്റെ ബാക്കിൽ നിന്ന് ഇങ്ങനെ പൊട്ടിയിട്ട് ചോര വരുന്നുണ്ട്. അള്ളാന്റെ കുട്ടി എന്ന് പറഞ്ഞു. എന്തോ ഭാഗ്യത്തിന് അള്ളാന്ന് വിളിച്ചു. കാരണം മൊയ്തീൻ ശൈഖ് ഒന്നും ഇപ്പോൾ വന്നില്ല, വിളിക്കും അള്ളാന്റെ കുട്ടി എന്ന് പറഞ്ഞു. അങ്ങനെ ആശുപത്രി കൊണ്ടുപോയി. ആശുപത്രി കൊണ്ടുപോയിട്ട് അവിടെ എത്തിയപ്പോ ഡോക്ടർ പറഞ്ഞു, നല്ല ഷോക്കാണ്, പ്രതീക്ഷയല്ല, ആ കുട്ടി മരണത്തിലേക്ക് പോയി. നിങ്ങൾ മനസ്സിലാക്കേണ്ട സംഗതി, പുതിയാപ്പിള വന്നിട്ട് വാപ്പാനോട് അനുവാദം ചോദിച്ചിട്ടാണ് കയറിയത്. പക്ഷെ മരണത്തിന്റെ മാലാക വാപ്പാനോടും ഉമ്മാനോട് അനുവാദം ചോദിച്ചില്ല ആ കുട്ടിനെ കൊണ്ടുപോകാൻ. ഓളെ കല്യാണം ഉറപ്പിച്ചേക്കണ്, ഓക്ക് കോഴ്സ് ഉണ്ട്, പരീക്ഷ ഉണ്ട്. ഇല്ല, പരീക്ഷ വേണ്ട, നിനക്ക് പുതിയാപ്പിള വേണ്ട, നിനക്കുള്ളത് ഖബറാണ്, ഖബർ, നിനക്കുള്ളത് മരണമാണ്. അല്ലാഹു ആ രോഗിക്ക് ശിഫാഉൽ ആജിൽ പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇത്തരം അപകടങ്ങളുടെ ആപത്തിൽ നിന്ന് അല്ലാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇതാണോ പോവണോ, മരണാണോ ജീവിതമാണോ ഒന്നും അറിയില്ല. അല്ലാഹു ശിഫ നൽകാൻ കഴിയും. അത് ആരാണെങ്കിലും പടച്ച റബ്ബ് ശിഫ നൽകാൻ ഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ ആലോചിക്കണേ, അള്ളാഹുവിന്റെ ഖുർആൻ പറയാ, മരണമെന്ന യാഥാർത്ഥ്യം അതങ്ങ് വന്നു കഴിഞ്ഞു, അതങ്ങ് വന്നു കഴിഞ്ഞു. ഫലൗലാ ഇദാ ബലഗതുൽ ഹുൽഖൂം വഅൻതും ഹീനഇദിൻ തൻളുറൂൻ. എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഹൽക്കിലേക്ക് മരണത്തിന്റെ മാലാകമാര് കടന്നു വന്നിട്ട് നിങ്ങളുടെ മരണത്തെ പിടിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്കത് തടഞ്ഞു നിർത്താനാകാത്തത്? നിങ്ങൾ നേരത്തെ മരിക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കുമല്ലോ, അവനവന്റെ കുഞ്ഞുമകൾ പടഞ്ഞു പോണത് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമല്ലോ, അവനവന്റെ പിതാവിന്റെ മയ്യത്ത് കട്ടിലരികിൽ നിങ്ങൾ ഇരുന്നിട്ട് നോക്കിക്കൊണ്ടിരിക്കുമല്ലോ, സ്വന്തം ഉമ്മ മരണപ്പെടുന്നത് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമല്ലോ, സ്വന്തം ഭർത്താവിന്റെ രോഗക്കിടക്കിക്കടിൽ നിങ്ങൾ ആ ഭർത്താവിന്റെ അവസാനത്തെ ശ്വാസവും അങ്ങ് നോക്കിക്കൊണ്ടിരിക്കുന്നല്ലോ. നിങ്ങളുടെ പിടിപാടന്തേ നിങ്ങൾക്ക് മരണത്തിൽ നിന്ന് പിന്നോട്ട് വലിക്കാനാകാത്തത്? നിങ്ങളുടെ ബന്ധങ്ങളും സ്വന്തങ്ങളും നിങ്ങളുടെ സുഹൃത്തുക്കളും സൗകര്യങ്ങളും നിങ്ങളുടെ തറവാടിത്തവും നിങ്ങളുടെ പണവും എന്തേ ആ മരണത്തിൽ നിന്ന് തങ്ങളുടെ ബന്ധപ്പെട്ടവരെ നിങ്ങൾക്ക് പിടിച്ചു നിർത്താനാകാത്തത്? അള്ളാന്റെ വാക്ക് കേൾക്കണ്ടേ? നിങ്ങൾ അന്നേരത്ത് ആ മയ്യത്തിന്റെ അടുത്തുണ്ടല്ലോ, നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ, എന്നിട്ടും നിങ്ങൾക്ക് എന്തുകൊണ്ട് മരണത്തിൽ നിന്ന് അവരെ വേർപെടുത്താനാകുന്നില്ല? ഇതാണ് മരണമെന്ന യാഥാർത്ഥ്യം. നമുക്ക് വരാനുള്ളതാണ്. ഭീതി നമ്മെ വലയം ചെയ്യും, വേർപാടിന്റെ വ്യതവ്യാകുലപ്പെടുത്താൻ തുടങ്ങും, 2 ചെവിയും കുട്ടിയടക്കപ്പെടും, കണ്ണിന്റെ കാഴ്ച അല്പാൽപമായി കുറയും, തൊണ്ട വരളും, കാലുകൾ പരസ്പരം പിണയും, കൈകൾ വാരിപ്പിടിക്കാൻ ശ്രമിക്കും, ചുണ്ടുകൾ എന്തൊക്കെയോ മന്ത്രിക്കുന്നുണ്ട്. യാത്ര പറയുകയാണോ? അതല്ല പ്രിയപ്പെട്ടവരെ സാന്ത്വനപ്പെടുത്തുകയാണോ? ഒന്നുമല്ല. നാം പോകാൻ തയ്യാറെടുത്തവരല്ല, എങ്കിൽ യാത്ര ചോദിച്ചതല്ല, സ്വയം വ്യാകുലപ്പെടുമ്പോൾ മറ്റുള്ളവരെ സമാധാനിപ്പിച്ചതുമല്ല. എന്നാൽ സുഖത്തിന്റെ അന്തകനായ മരണം അവരെ പിടിച്ചു കുലുക്കുകയാണ്, മലക്കുൽ മൗത്ത് അതിനൊരുങ്ങുകയാണ്. ആ രംഗം അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നത് റസൂൽ ഓതി കേൾപ്പിച്ചു തരാ. വലൗ തറാ ഇദിൽ ളാലിമൂന ഫീ ഉമറാത്തിൽ മൗത്ത് വൽ മലായികതു ബാസിതു ഐദീഹിം അഖ്രിജു أنفسكم اليوم تجزون عذاب الهون بما كنتم تقولون على الله غير الحق وكنتم عن آياته تستكبرون. അക്രമികൾ മരണപ്രാളത്തിലാകുന്ന രംഗം നബിയെ താങ്കളെങ്ങാനും കണ്ടിരുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആത്മാക്കളെ പുറത്തിറക്കുവീൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ അക്രമികളോട് മലക്കുകൾ അവരുടെ നേരെ തങ്ങളുടെ കൈകൾ നീട്ടിക്കൊണ്ടിരിക്കുകയാണ്.
നിങ്ങൾ അല്ലാഹുവിന്റെ പേരിൽ സത്യമല്ലാത്തത് പറഞ്ഞുകൊണ്ടിരുന്നതിന്റെയും അവന്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾ അഹങ്കരിച്ച് തള്ളിക്കളഞ്ഞതിനാലും ഇന്ന് നിങ്ങൾക്ക് ഹീനമായ ശിക്ഷ നൽകപ്പെടുന്നതാണ്. മലക്കുകൾ മനുഷ്യരാശിയുടെ അരികിലേക്ക് വരികയാ. മരണമൊരു യാഥാർത്ഥ്യമാ. നമ്മൾ കൃത്യമായി ഇത് മനസ്സിലാക്കി പോയി. ആ മരിക്കുന്ന സമയത്ത് മലക്കുകൾ വരുന്ന സമയത്ത് വിശുദ്ധ ഖുർആൻ പറയാ 23-ാം അധ്യായം സൂറത്ത് ഫുർഖാനിലൂടെ വ്യക്തമായി അല്ലാഹു നമ്മളെ പഠിപ്പിക്കുക. അതിന്റെ 99-ാമത്തെ വാചകം ഹത്താ ഇദാ ജാ അഹദഹുമുൽ മൗത്ത് ഖാല റബ്ബിർജിഊൻ ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ ഹത്താ ഇദാ ജാ അഹദഹുമുൽ മൗത്ത്. അങ്ങനെ മരണത്തിന്റെ മാലാകമാര് അവരുടെ അരികിലേക്ക് വന്നാൽ, അവരിലേക്ക് മരണം കടന്നുവെത്തിയാൽ ഖാല റബ്ബിർജിഊൻ, മരണത്തിന് വിധേയനായ ആള് പറഞ്ഞു പോകും, പഠിച്ചവനെ എന്നെ നീ ഒന്ന് തിരിച്ചയക്കണേ. എന്തിനാണെന്നോ എന്നെ തിരിച്ചയക്കുന്നത്? ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു, ഞാൻ ഉപേക്ഷ വരുത്തിയിട്ടുള്ള കർമ്മങ്ങളില്ലേ, ഈ മരണം വന്നെത്തുന്ന നിമിഷം വരെ ഞാൻ അശ്രദ്ധമാക്കി കളഞ്ഞുപോയ കാര്യങ്ങളില്ലേ, മരണം വന്നെത്തുന്നതിന് മുമ്പ് വരെ ഞാൻ നിസ്സാരമാക്കി കളഞ്ഞുപോയ കാര്യങ്ങളില്ലേ, സൽക്കർമ്മങ്ങളില്ലേ, ഞാൻ ഉപേക്ഷ വരുത്തിയ കാര്യങ്ങളില്ലേ, അള്ളാഹുവിന്റെ ആയത്തിലും റസൂലുള്ളാഹിയുടെ സുന്നത്തിലും വിശദീകരിച്ച പുണ്യങ്ങളില്ലേ, അതൊന്ന് ചെയ്യുന്നതിലേക്ക് റബ്ബിർജിഊൻ, എന്നെ നീ ഒന്ന് മടക്കടേ നാഥാ. കല്ലാ, അല്ലാഹുവിന്റെ വാക്കാണ്, ഇല്ലടോ, ഒരിക്കലും നിന്നെ മടക്കുകയില്ല. ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, അതൊരു വെറും വാക്കാണ്, അത് അയാൾ അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ.